അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വിരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വിരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാൽ വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ടു ദൈവ പൈതലേ. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ടു ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറിക്കരളിൽ കൃപ നിറയും. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറിക്കരളിൽ കൃപ നിറയും. വിശ്വസിക്കാത്ത പ്രവൃത്തിയും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാൽ സമ്മതിക്കാത്ത പ്രവൃത്തിയും നാഥൻ ചെയ്യാൻ പോകുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഉടമ്പടി ജീവിതം അഭിവൃദ്ധി പ്രാപിക്കുന്നത് ഓരോ ദിവസവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരുടെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഉടമ്പടി ജീവിതം ജീവിച്ച് അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ പൊതുസമൂഹത്തോട് പങ്കുവെക്കുമ്പോഴാണ് അത് കേൾക്കുന്നവർ അവരുടെ ജീവിതാവസ്ഥകളിലേക്കത് പ്രയോഗിച്ചുകൊണ്ടാണ് ഉടമ്പടിയിൽ നമ്മൾ പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഞങ്ങൾ ഇതിൻ്റെ കൂടെ ജീവിക്കുന്നത് കാരണം എപ്പോഴും ഒരു വിസ്മയ ലോകത്താണ്. എല്ലാ ദിവസവും മനുഷ്യർ വന്ന്, എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള മനുഷ്യർ വന്ന് അവരുടെ ഉടമ്പടി അനുഭവങ്ങൾ എല്ലാ ദിവസവും പങ്കുവെക്കും. അവർ പണ്ടെങ്ങനെയായിരുന്നു, ഉടമ്പടിയിലൂടെ അവരെങ്ങനെയാണ് ഉടമ്പടിയെ സമീപിച്ചത്, ആ ഉടമ്പടി ജീവിച്ചപ്പോൾ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ദൈവാനുഭവങ്ങൾ ഉണ്ടായത്. അത് ഇപ്പം കമൻറ്റുകളൊക്കെ നിങ്ങൾ നോക്കിയാൽ കൃപാസനത്തിന് എതിരെ കമൻറ്റുകളൊക്കെ ഒത്തിരി വരും. അപ്പം ഞാൻ കമൻറ്റുകളെല്ലാം ശ്രദ്ധിക്കുന്നയാളാണ്, അവോയ്ഡ് ചെയ്യത്തില്ല. കമൻറ്റുകൾ ശ്രദ്ധിക്കും, കടുത്ത വിമർശനങ്ങൾ വളരെ ശ്രദ്ധയോടെ പരിശോധിക്കും. ഹൗ ദ പീപ്പിൾ ഫീൽസ്, ജനങ്ങൾ എങ്ങനെയാണ് ഫീൽ ചെയ്യണതെന്ന് നോക്കും. കാര്യം നമ്മൾ പൊതുസമൂഹത്തിലേക്ക് ക്രിസ്തുവിനെ കൊടുക്കുന്ന ഒരു ജോലിയാണ് നമ്മുടേത്. ആ ക്രിസ്തുവിനെ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ വിദ്യാഭ്യാസം കുറഞ്ഞവരുണ്ടാകും, നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ടാകും, പ്രൊഫഷണൽസ് ഉണ്ടാകും. അവരെല്ലാം ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ജീവിതത്തിൻ്റെ പ്രത്യേക കാലാവസ്ഥകൾ അല്ലെങ്കിൽ പ്രത്യേക അതിജീവനം, അത് വീണ്ടും ഞങ്ങളത് കേട്ട് പരിശോധിക്കും. ഇന്നലെ ഒരു സാക്ഷ്യം ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയാകർഷിച്ചൊരു സാക്ഷ്യമുണ്ടത്. ഒരു നേഴ്സ്, ഒരു നോൺ ക്രിസ്ത്യൻ നേഴ്സാണ്. ഇവർ പെട്ടെന്ന് അപ്സെറ്റായി പോകും അവരുടെ ജീവിതത്തിലെ. കാരണം ഒരു വെളുപ്പാങ്കാലത്ത് പാല് കൊടുത്ത് കിടത്തിയ കുഞ്ഞ്
പിന്നെ ഒന്ന് ഉറങ്ങി അവർ തിരിഞ്ഞു നോക്കുമ്പോൾ കുഞ്ഞ് മരിച്ചിരിക്കണം. ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തുമാത്രം ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു അനുഭവങ്ങളിലൂടെ ആരും പോയി കാണത്തില്ല. പക്ഷെ അങ്ങനെ ഒരു അനുഭവങ്ങൾ ഉണ്ടായാൽ തകർന്നു പോകും മനുഷ്യൻ. അല്ല, അമ്മയും കുഞ്ഞെന്ന് വെച്ചാൽ 10-24 വയസ്സേ ഉള്ളൂ. 10-24 ദിവസമായുള്ള ആ കുഞ്ഞിന് ഇപ്പം ഇമോഷണലി ഒരു വീക്കാണെങ്കിൽ ചിലപ്പോൾ ഈ അമ്മ തന്നെ അറ്റാക്ക് അടിച്ച് പോകും. ഞാനീ സാക്ഷ്യം കേട്ടപ്പോൾ ഞാനെപ്പോഴും ഇവർ സാക്ഷ്യം പറയുമ്പോൾ ഞാനിവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിതിൻ്റെ ഗ്രോത്ത് പരിശോധിക്കുന്നുണ്ടായത്. ഇതെങ്ങനെയത് ഗ്രോത്ത് ചെയ്ത് വരണത്, ഇതിൻ്റെ ഇവരെങ്ങനെ സർവൈവ് ചെയ്ത് വരുന്നതെന്ന് ഞാൻ നോക്കിയായിരുന്നു. കാര്യം ഇവരിങ്ങനെ ഡൗൺ ടു എർത്തായി പോയി. ഇനി ഒരു ലൈഫിന് ഞാനില്ല എന്നുള്ള രീതിയിൽ ജീവിതത്തോട് രാശിയാകാൻ പോകുന്നൊരു മാനസികാവസ്ഥ. ചിലരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പിന്നെ എല്ലാം തീർന്നെന്നും പറഞ്ഞുകൊണ്ട് അവർ കടുത്ത കൈയൊക്കെ ചെയ്യും. ചിലർ ഈ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ ഒക്കെ, കൂട്ടുകാരൊക്കെ സഹായിക്കും. കൂട്ടുകാരൊക്കെ ഒത്തിരി പേര് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിങ്ങനെ ആൾക്കാരൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുമ്പോൾ യു മസ്റ്റ് ഡു ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങൾ ഒത്തിരി പേരെ സഹായിക്കുന്നുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് എൻകാഷ് ചെയ്ത് കിട്ടണില്ല. എൻകാഷ് എന്ന് വെച്ചാൽ എൻഗ്രേസ് ചെയ്ത് കിട്ടണില്ല. നിങ്ങൾ സഹായിക്കുന്നു, നല്ല വാക്കുകൾ പറയുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, ചില പണം കൊടുക്കുന്നു, ചിലപ്പോൾ വഴി കാണിച്ചു കൊടുക്കുന്നു, ചെയ്യുന്നുണ്ടെങ്കിലും യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പം ഞാനും നിങ്ങളും തമ്മിലുള്ള ചെറിയ വ്യത്യാസം അതാണ്. എന്താ ഞാൻ എന്നാ ചെയ്താലും അതിൽ നിന്ന് എന്തെങ്കിലും ആധ്യാത്മികമായി എന്തും നേട്ടമുണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെ ചിന്തിക്കും. എന്താ കാര്യം അത്? അല്ലെങ്കിൽ അത് വേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന കാര്യം ക്രിസ്തുവിൻ്റെ പേരിലാണ് ചെയ്യണമെങ്കിൽ ഉടനെ ക്രിസ്തുനാമം മഹത്വപ്പെടും. ക്രിസ്തുനാമം മഹത്വപ്പെട്ടാൽ ഉടനെ ഒരു കൗണ്ടർ ആക്ഷൻ വരും. എന്താണ് വരുന്നത്? നമ്മൾ ആത്മീയ ശക്തി പ്രാപിക്കും. അല്ലാതെ എന്നെ ആത്മീയമായി ശക്തിപ്പെടുത്തു, എന്നെ ആത്മീയ ശക്തിപ്പെടുത്തുന്നു പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രോസസ്സിങ് ഇല്ല. നമ്മൾക്ക് എന്ത് വേണമെങ്കിലും വി മസ്റ്റ് പേ. ഈ ഇത് ഗ്രേസിൻ്റെ ഒരു വിനിമയ സാധ്യത തന്നെ അങ്ങനെയാണ്. നിങ്ങൾക്ക് ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പരുവപ്പെടണം. ഇപ്പം എന്തുകൊണ്ടാണ് ഈശോയുടെ നാമം, ഇപ്പം ഈശോ പറഞ്ഞില്ലേ, എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ടെക്തവിടെ കുറച്ച് ശ്രുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 10:42. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ക്രിസ്തുവിൻ്റെ കാലത്തിന് ശേഷം കൃപയ്ക്ക് ലഭിച്ച വേറൊരു പേരാണ് പ്രതിഫലം. ക്രിസ്തുവിൻ്റെ കാലത്തിന് ശേഷം ക്രിസ്തു പാപത്തിന് പരിഹാരം ചെയ്ത് പരപിതാവിൻ്റെ തിരുസന്നിധിയിൽ ക്രിസ്തുവിൻ്റെ പരിഹാരത്തിൽ പിതാവ് പ്രസാദിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് നമ്മൾ ക്രിസ്തുവിൻ്റെ പേരിൽ ചെയ്താലും ഉടനെ റിവാർഡ് വരും. ഇനി നമ്മൾ ശക്തി പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ
ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് ചെല്ലണത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കാരണം ക്രിസ്തു ദൈവത്തിൻ്റെ മാത്രം പദ്ധതിയാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു നമ്മുടെ പദ്ധതിയല്ലല്ലോ, മനുഷ്യരാശിയുടെ പദ്ധതിയല്ല. ക്രിസ്തു ദൈവത്തിൻ്റെ മാത്രം പദ്ധതിയാണ്. അപ്പോഴേ ക്രിസ്തുവിനെ നേടാനോ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനോ ക്രിസ്തുവിൻ്റെ നാമത്തിലോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നത് ദൈവമഹത്വമാണ്. ദൈവമഹത്വം സംഭവിച്ചാൽ അതിൻ്റെ പ്രതിഫലം ഉടനെ വരും. ഉടനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ പ്രതിഫലം വരും. അതുകൊണ്ടാണ് റോമ 4:20 പറയണത്. എന്താ പറയണത്? ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അപ്പൊ ദൈവത്തെ എന്ന് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വിശ്വാസത്താൽ മാത്രമല്ല, അവിടെ വിശ്വാസം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് പൗലോസ് അങ്ങനെ പറയണത്. വിശ്വാസത്തെ ശക്തി പ്രാപിക്കാൻ പറ്റും, പ്രത്യാശയാ ശക്തി പ്രാപിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്കൊരു കാര്യത്തിൽ പ്രത്യാശയില്ല എന്ന് വിചാരിച്ചോ? പ്രത്യാശയില്ല. വിശ്വാസം എല്ലാവർക്കും ഉണ്ടല്ലോ. ആൾക്കാർക്ക് പലപ്പോഴും കുറഞ്ഞു പോണ എന്താ? പ്രത്യാശയാണ് കുറഞ്ഞു. ഈ പ്രത്യാശ കുറഞ്ഞു പോയാലും എൻ്റെ മാർഗം എന്താണ്? ഈ 4:20 റോമ 4:20 എന്താണ് എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തില് പ്രത്യാശയില് ദൈവസ്നേഹത്തില് ശക്തി പ്രാപിക്കുക. കാര്യം വിശ്വാസം പറഞ്ഞാൽ ഉടനെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ബിബ്ലിക്കൽ തിയോളജി അനുസരിച്ച് എന്ത് ചെയ്യണം? പ്രത്യാശ പറയും, ദൈവസ്നേഹം പറയും. കാര്യം ഇതെല്ലാം ദൈവിക പുണ്യങ്ങളെന്ന് പറയും. ദൈവിക പുണ്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളേക്കാൾ ഉപരി ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ക്രിസ്തു നേടിയെടുത്ത പ്രസാദം, കൃപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അതാണ് എൻ്റെ വിഷയം. അതുകൊണ്ട് തന്നെ വളരെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ടേ, നമ്മൾ ചിലർ ചെയ്യുന്നത് തല മറിഞ്ഞാണ് ചെയ്യണത്, ഉടമ്പടി ചെയ്യണത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കടമയല്ലേ ചെയ്യേണ്ടത്, അല്ലേ? അത് കടമ നിർവഹിക്കുക എന്ന് ഈശോ പറയുമല്ല. ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. അപ്പം അതെന്താണത്? കടമയാണത്. നമ്മുടെ ബൈബിളിൻ്റെ, നമ്മുടെ ഉടമ്പടിയുടെ ഭാഷയെ പറഞ്ഞാൽ നിബന്ധന എന്ന് പറയും, ഇല്ലേ? ഉടമ്പടിയുടെ ഭാഷ പറഞ്ഞപ്പോൾ 6:33 എടുത്ത് 6:33 മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം മറ്റുള്ളതെല്ലാം നമുക്ക് ലഭിക്കുമെന്നുള്ളത് എപ്പോഴാണ് സംഭവിക്കുന്നത്? അത് കടമ നിർവഹിച്ച് കഴിയുമ്പോഴാണ്. ഈ ഉടമ്പടിക്കാരെല്ലാവരും ശ്രദ്ധിക്കണമെന്നറിയാം. ഉടമ്പടിക്കാരൊരിക്കലും മറ്റുള്ളവ എന്ന് പറയുന്ന നിയോഗങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കരുത്. നിയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ മാതാവിന് എഴുതി സമർപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നിയോഗങ്ങൾ. അതിന് നമ്മളല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിനാരാ പ്രാധാന്യം കൊടുക്കേണ്ടത്? ദൈവമാണ്, നമ്മളല്ല. നമുക്ക് കൊടുക്കാൻ പറ്റുമോ? നമുക്കതിന് പ്രാധാന്യം കൊടുക്കാൻ പറ്റുമെങ്കിൽ വീട്ടിലിരുന്നാൽ പോരെ. നമുക്ക് പറ്റത്തില്ല. നമ്മളുടെ ജോലി, വീട്, വിവാഹം, ജപ്തി നടപടി, വസ്തു വിൽപ്പന, രോഗസൗഖ്യം, ഇങ്ങനെ ഉള്ള പല കാര്യങ്ങളും നമ്മുടെ കൈപ്പിടിയിൽ മെരിട്ടിൽ ഒതുങ്ങാത്ത സമയത്താണ് നമ്മളത്
ഉടമ്പടിയിലേക്ക് സെറ്റ് ചെയ്യണത്. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത്. നമ്മുടെ മെറിറ്റിൽ ഒതുങ്ങത്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ദൈവത്തിൻ്റെ കൃപയിലേക്ക് ആ വിഷയം സെറ്റ് ചെയ്യും. ദൈവത്തിൻ്റെ കൃപയിലേക്കാണ്. അതാണ് നമ്മൾ എഫേസ്യസ് 2:8 ഉടമ്പടിയുടെ അടിസ്ഥാന തത്വമാണത്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഒന്നെടുത്തേ. എഫേസ്യസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ ജീവിതത്തിൻ്റെ അത് കുറേ വിഷയങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് കനമുള്ള ആൾക്കാരായാലും ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താ അടുത്ത ഓപ്ഷൻ? നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നേടിയെടുക്കാനേ പറ്റത്തില്ല എന്നല്ല ബൈബിൾ പറയണത്. അത് ദൈവത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ നമ്മൾക്കതിനെ കരകയറാൻ പറ്റും. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? നമ്മൾ ദൈവത്തിൻ്റെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അപ്പോൾ ദൈവത്തിൻ്റെ കൃപയിലേക്ക് നമ്മൾ ആ വിഷയം സമർപ്പിക്കും. പിന്നെ നമ്മൾ നമ്മുടെ പടി എന്താണ്? ദൈവത്തിൻ്റെ കൃപ ആർജിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കൃപയെ ആർജിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്ത് ദൈവത്തിൻ്റെ കൃപയിലേക്ക് നിങ്ങളുടെ മെറിറ്റിൽ നിന്ന് കാര്യം പോയി. സ്വാമിയുടെ സാക്ഷ്യം മലപ്പുറത്തുനിന്ന് പെരിന്തൽമണ്ണയിൽ നിന്നാണ് സൗമ്യ. അപ്പോൾ സൗമ്യയുടെ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് കേട്ടപ്പോഴാണ് ഈ സാക്ഷ്യം ഞാൻ സെലക്ട് ചെയ്തത്. അവൾ പറയുന്നത്, എനിക്ക് ഈ ഭൂമി പിളർന്ന് ഞാൻ താഴേക്ക് പോയി മരിച്ചു പോകാൻ എനിക്ക് തോന്നി, അത്രയും സങ്കടമായിരുന്നു എനിക്കെന്ന് പറഞ്ഞു. അത് വലിയ കുഴപ്പമില്ല, അതൊക്കെ ആൾക്കാർ സാധാരണ പറയണതാണ്. പക്ഷേ ആൾക്കാർ പറയാത്ത ഒരു സംഭവം പറഞ്ഞു വെച്ചാൽ, എൻ്റെ ചുറ്റും എല്ലാവരും ഉണ്ട്, പക്ഷെ ആരുമില്ലാത്ത അവസ്ഥ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ചിരി വന്നുപോയി. ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ എല്ലാവരെയും കണ്ട് പല്ലി വിളിച്ച് നിങ്ങൾ നടന്നോ? എപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു സ്വപ്നമാണെന്ന്. ജീവിതത്തിന് ചുറ്റും സംഭവിക്കുന്ന വിഷയങ്ങൾ എപ്പോഴും യാഥാർത്ഥ്യമാണെന്ന് ചിന്തിച്ചിട്ട് അവസാന കാലത്താണ് ഇത് സ്വപ്നമാണെന്ന് മനസ്സിലാകണത്. ഇന്നത്തെ കാര്യത്തിൽ നീ യാഥാർത്ഥ്യമൊന്നും പറഞ്ഞ് ചിന്തിച്ചിട്ട് യാഥാർത്ഥ്യമായിട്ട് നീ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം ഇവൾ പറഞ്ഞ കേട്ടില്ലേ, എല്ലാവരും ഉണ്ട് പക്ഷെ ആരുമില്ലാത്തൊരവസ്ഥ. അയ്യോ, ഇതാണ് ദൈവം അഡ്രസ്സ് ചെയ്യണത്. കർത്താവ് വന്നപ്പോൾ ചോദിച്ചത് അതാണ്, ആരെങ്കിലും ഉണ്ടോ? വല്ലാത്ത ചോദ്യമാണത്. ഇവിടെ ആൾക്കാരെല്ലാം ദൈവത്തെ നഷ്ടപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ഈ ഒരു സാധനമാണ്. എന്താണ്? ആരോ ഉണ്ടെന്ന് നീ നിന്നെ തന്നെ പഠിപ്പിക്കുകയാണ്. വസ്തുവുണ്ട്, പൊന്നുണ്ട്, പറമ്പുണ്ട്, പാർട്ടിയുണ്ട്. അപ്പോൾ ആരോ നമുക്കുണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ ആരും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അറിയാതെ ഒന്ന് പറയും, ആരോ ഉണ്ട് എന്ന്. ഈ ആരോ ഉണ്ടെന്ന് പറഞ്ഞ ഈ അപരനുണ്ടല്ലോ, അപരനെ മര്യാദക്ക് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപരൻ നമ്മളെ കൊല്ലും, ഒരു സംശയമില്ല. നിങ്ങളെ സഹായിക്കാനുണ്ടെന്ന് പറയുന്ന അപരന് എവിടെയെങ്കിലും നിങ്ങൾ അവനെ തട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളെ തട്ടും, ഒരു സംശയമില്ല. കാര്യത്ത് ആരോ നിങ്ങൾക്കുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബൈബിൾ പറയും, ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നതാണ് ഈ അപരൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കും നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത്. ഇപ്പം ഈ സാക്ഷ്യം കേട്ടില്ലേ, അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം ഉള്ളത് കാരണം എനിക്ക് ന്യൂസ് സെൻറ്ററിൽ പോകാൻ പറ്റും. ഞാനത് വലിയ കഥയൊന്നുമായിട്ട് എടുത്തില്ല.
എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ സാക്ഷ്യം പറയുന്നത് കേട്ടില്ലേ? പക്ഷേ അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോൺഫിഡൻസാണ് ഇതിന് ഒരു കോൺഫിഡൻസ്. ചില ആൾക്കാർക്ക് ഒന്നുമില്ലെങ്കിലും പണ്ടാര കോൺഫിഡൻസ് ആയിരിക്കും. ഇപ്പോൾ ഒന്നാമത്തെ ഇപ്പോൾ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ തട്ടിയിട്ട് മനുഷ്യൻ നടക്കാൻ പാലാത്ത അവസ്ഥയായിട്ടില്ലേ? ഇല്ലേ? ഞാൻ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും ഹെമിംഗ്വേനെ കുറിച്ച് ഓർക്കും. ഞാൻ നല്ല കാലത്ത് നല്ലവണ്ണം നോവൽ വായിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു നോവൽ എഴുതിയ കാലം നിങ്ങൾ അറിഞ്ഞൊന്നും അറിയത്തില്ല. എന്നെപ്പോലെ ഒരു മനുഷ്യൻ നോവൽ എഴുതാമെന്നൊക്കെ ചിന്തിക്കും. 1000 പേജുള്ള നോവൽ എഴുതിയിട്ടുണ്ട്. 1000 പേജുള്ള പ്രസിദ്ധീകരിച്ചാണ് കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം ദ ലാസ്റ്റ് ഗസ്റ്റ്. ഇപ്പം ഞാൻ ഇതൊക്കെ ആദ്യകാലങ്ങളിൽ വായിക്കുമ്പോൾ ഞാൻ ഈ ഹെമിംഗ്വേ വായിക്കുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മോട്ടിവേഷൻ സ്പീക്കറാണ്. അദ്ദേഹമാണ് ഇവിടെ ഈ മോട്ടിവേഷൻ സ്പീക്കറുടെ ഒരു പിതാവെന്ന് ഞാൻ കാണുന്ന ആൾ. പുള്ളിക്കാരൻ്റെ ആ ഓൾഡ് മാൻ്റെ എൻ്റെ സി അവസാനിക്കുമ്പോൾ, കിഴവനും കടലും അവസാനിക്കുമ്പോൾ ഒരു കിഴവൻ 90 ദിവസം കൊണ്ട് ഒരു ചുറകനെ പിടിക്കും. അവസാനം ആ ചുറകിനെയും വലിച്ചുകൊണ്ട് അദ്ദേഹം കരക്കടുത്ത് കഴിയുമ്പോൾ ആ ചുറകിനെ വേറെ ചുറകെല്ലാം തിന്നിട്ട് അതിൻ്റെ അസ്ഥികൂടം മാത്രമാകും. എന്നിട്ട് ഈ അസ്ഥികൂടം തോളെ വെച്ചിട്ട് തോക്കാതെ പോകുന്നൊരു മനുഷ്യനുണ്ട്. അയാളാണ് സാന്റിയാഗോ. അയാൾ ഈ അസ്ഥികൂടത്തോടെ വെച്ച് എല്ലാം ഇത്രയും നാൾ അധ്വാനിച്ച മുഴുവൻ നഷ്ടപ്പെട്ടിട്ട് പറയും, ഈ അസ്ഥികൂടം തോളെ വെച്ചുകൊണ്ട് കടലിലൂടെ നടന്ന് വീട്ടിലോട്ട് പോകുമ്പോൾ അയാൾ പറയേണ്ടൊരു വാക്കുണ്ട്, യു ക്യാൻ കിൽ മീ ബട്ട് യു കനോട്ട് ഡിഫീറ്റ് മീ. നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയും, പക്ഷേ എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. അപ്പം മാനവ ഇച്ഛാശക്തിയുടെ ഒരു അവസാനത്തെ ആവിഷ്കാരമായിട്ടാണ് ഇവനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു കാലത്തൊക്കെ വായിച്ച് ത്രില്ലടിച്ച ആളാണ്. യു ക്യാൻ കിൽ മീ, യു ക്യാൻ ഡിഫീറ്റ് മീ. പക്ഷേ അതല്ല, അതിനുശേഷം ഈ നോവൽ എഴുതിയ ഹെമിംഗ്വേനെ കുറിച്ച് വായിച്ചപ്പോൾ എന്ത് ചെയ്തു, ഇയാൾ ഈ നോവൽ എഴുതിയതിന് ശേഷം നോബൽ സമ്മാനം കിട്ടി ഈ ഒരു വാക്കിന്. യു ക്യാൻ കിൽ മീ, യു ക്യാൻ ഡിഫീറ്റ് മീ എന്നുള്ള ആ ഒരൊറ്റ വാക്കിന് നോബൽ സമ്മാനം കിട്ടി 57. എന്നിട്ട് 62 ആയപ്പോൾ പുള്ളി തോക്കെടുത്തിട്ട് തന്നെത്താൻ പിടിച്ചത്ത്. അതാണ് മോട്ടിവേഷൻ. ഈ ലോകത്തിൽ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെ ഡെവലപ്പ് ചെയ്ത് മാനവികത ഇങ്ങനെ ഊതിക്കത്തിച്ച് എന്നാൽ നമ്മൾ ഓരോരുത്തരും എത്തത്തില്ല. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം എന്താ? എക്കാലത്തെയും കാലത്തിൻ്റെ പ്രലോഭനം എന്താണ്? എങ്ങനെ ക്രിസ്തുവിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, ക്രിസ്തുവിനെ ഡീത്രോൺ ചെയ്യാൻ പറ്റുമെന്നാണ്. ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് സുവിശേഷകൻ ബലം പ്രാപിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മളുടെ ജോലി, ഇപ്പം നിങ്ങൾ കൃപാസനം പത്രം കൊടുത്തു എന്നാണ് പറയണത്, പക്ഷേ വാട്ട് യു ആർ ഡൂയിങ് ആക്ച്വലി, നിങ്ങൾ എന്താണ് ചെയ്യണത്? നിങ്ങൾ ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യാൻ നോക്കുകയാണ്. ക്രിസ്തുവിനെ ഈ സാത്താനും ഈ ലോകവും എടുത്തു മാറ്റിയ ഇടങ്ങളിലേക്ക് നിങ്ങൾ ക്രിസ്തുവിനെ പുനഃപ്രതിഷ്ഠിക്കാൻ നോക്കുകയാണ്. നിങ്ങൾ തിരിച്ചറിയണം, ഞാൻ ഈ ജോലി ചെയ്യണത് നല്ലോണം തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലും ഇവിടുത്തെ പൊതുജനത്തിന് പറ്റുന്ന രീതിയിലും ഒരു സുവിശേഷ വേല പദ്ധതി ഞാനെൻ്റെ ബുദ്ധി കണ്ടുപിടിച്ചതല്ല. ഞാൻ വാടിപ്പട്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് കിട്ടിയ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയിലുണ്ടായിരുന്നത്, അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറുവാൻ ഇടയാക്കണമെന്നാണ്. ആ കൃപാവരുടെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 6 മാസം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഉടമ്പടി തന്നത്. ആ ഉടമ്പടി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സുവിശേഷം കൈമാറാൻ പറഞ്ഞത്. സുവിശേഷം കൈമാറുന്നതിന് എന്താ മാർഗം? ജനങ്ങൾക്ക് കിട്ടിയ സുവിശേഷത്തിന് നല്ല അനുഭവങ്ങളാണ് കൈമാറേണ്ടത്. സുവിശേഷം മേടിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും, പക്ഷെ എത്രയോ പേരിൽ സഭ, ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്, അതായത് ഈ POC ബൈബിൾ സൊസൈറ്റിയൊക്കെ രൂപീകരിച്ചപ്പോൾ ഞങ്ങൾ ആലപ്പുഴ സുവിശേഷ ഭവനിലെ ആ ബൈബിൾ സൊസൈറ്റി പോയി കേരള KCBC ബൈബിൾ കമ്മീഷൻ്റെ ബൈബിൾ സൊസൈറ്റിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൈസ അടച്ചതിന് ശേഷം അവിടെ ബൈബിൾ വരുത്തിച്ച് വെച്ചു. ആലപ്പുഴ സുവിശേഷ ഭവനിലെ ബൈബിൾ വരുത്തിച്ച് വെച്ചെങ്കിലും ആ ബൈബിള് എല്ലാം
അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. എന്താ കാര്യം? അത് വാങ്ങിച്ചത് ആരാണ് വാങ്ങിച്ചത്? അത് വാങ്ങിച്ചത് സുവിശേഷം ജനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ കരിസ്മാറ്റിക് മേഖലയിൽ വലിയ ധ്യാനകേന്ദ്രങ്ങൾ ജനങ്ങളെ സുവിശേഷം പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ സുവിശേഷമെല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, ഈ ബൈബിള് ജനങ്ങളിലേക്ക് നമുക്ക് കൈമാറുമ്പോൾ നമുക്കൊരു പുസ്തകം വാങ്ങിച്ചു കൊടുക്കാം. ആ പുസ്തകം ചിലപ്പോൾ ഒരു യുഗം ആ വീട്ടിൽ ചിലപ്പോൾ തുറക്കാൻ വെച്ചിരിക്കും. ആദ്യം കിട്ടിയ ഒരാൾക്കാരാണെങ്കിൽ ഈ ആൾക്കാരെ കൊണ്ടിത് തുറപ്പിക്കണം. അതാണ് പ്രശ്നം. നമ്മൾ വാങ്ങിച്ചു കൊടുക്കണ പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യം ബൈബിൾ കിട്ടുമ്പോൾ അവനെ കൊണ്ട് ഈ ബൈബിൾ തുറപ്പിക്കണം. അതിനെന്ത് ചെയ്യണം? ആ ബൈബിളിൽ അവൻ്റെ ജീവിതത്തിൻ്റെ കണ്ണീരിന് പരിഹാരമുണ്ടെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. വെരി സിമ്പിൾ. മനസ്സിലായില്ലേ? ഈ ബൈബിൾ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം, പക്ഷെ തുറക്കണം നിർബന്ധമില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഉൽപ്പത്തി, പുറപ്പാട്, ആളുടെ പുറപ്പാട് ആദ്യം അറിയാമെന്ന് പറഞ്ഞിട്ട് ഉടനെ അതല്ല. ഈ ബൈബിൾ വാങ്ങിച്ച് കൊടുക്കുമ്പോൾ ഇവനെ കൊണ്ട്, ജനത്തെ കൊണ്ട് തുറപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ്റെ അനുദിന ജീവിതത്തിൻ്റെ കണ്ണുനീരിന് ഇവിടെ കൈലേസുണ്ട്. ഇത് തുടക്കാൻ വേണ്ടി കൈ ഇതിൻ്റെ തിരിപ്പുണ്ട്. ആ കർത്താവിൻ്റെ കൈ നിന്നിലേക്ക് നീണ്ടു വരും എന്ന് അവനോട് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആ ബൈബിൾ ജീവിച്ചവരുടെ അനുഭവങ്ങളെ, അവർക്ക് കിട്ടിയ അനുഭവങ്ങളെ, ഒരു 100 അനുഭവങ്ങൾ ഒരുമിച്ച് 2-3 പേരിലാക്കി ജനത്തിന് അങ്ങോട്ട് കൊടുക്കും. ഇപ്പോൾ ഇവളുടെ കാര്യം അത് തന്നെ കണ്ടില്ലേ? സൗമ്യയുടെ കാര്യം. സൗമ്യ നേഴ്സിൻ്റെ അടുത്ത് സൗമ്യ നേഴ്സിന് ഉറക്കം പോയി. കുഞ്ഞ് മരിച്ചോടുകൂടി അവൾ ഒരു അപ്സെറ്റായിട്ട് ഉറക്കം പോയി. ഇപ്പോൾ അവൾ പറയുന്ന രണ്ടാമത്തെ കാര്യമാണ്, അതായത് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, എല്ലാവരും ചുറ്റുമുണ്ട്, പക്ഷേ ആരും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് എൻ്റെത്. പിന്നൊരു കാര്യം പറഞ്ഞ്, അതിനേക്കാൾ ഗുരുതരമായ കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ അനുഭവമാണ്. എന്താ പറഞ്ഞത്? ഒരു സമയം വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണർന്നിരിക്കും. അത് എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവർക്ക് ദുരന്തം സംഭവിച്ചിരിക്കുകയല്ലേ. ഇവള് വല്ലതും കാണിച്ച് പൊട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും ഒരു കണ്ണ് ഇവളുടെ മേലെ വെച്ചാക്കട്ടെ. എല്ലാവരും സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, കരുണയോടെ. ഇപ്പോൾ വല്ല കുഴപ്പമുണ്ടാ? എല്ലാ കണ്ണുകളും ആരുടെ? ഈ സൗമ്യയിലേക്കാണ്. ആ വീട്ടിലെ ഹീറോയായി മാറുകയാണ്. എന്നിട്ട് എല്ലാവരും ഇവരോട് സ്നേഹവും കാരുണ്യവും വാത്സല്യവും പണ്ടാര ആശ്വാസവും ഇതെല്ലാം കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർ പറയും, ഇങ്ങനെ ആശ്വാസം കൊടുക്കുന്ന ആൾക്കാരുടെ അവസാനത്തെ അവസ്ഥ രസമാണ്. അപ്പോൾ അവസാനം ഈ കുറേ തരത്തിലുള്ള നാത്തുമാർ, ചേച്ചിമാർ, ഫ്രണ്ട്സ്, കുടുംബക്കാർ, കൂട്ടുകാർ, മൊത്തം ആശ്വാസത്തിൻ്റെ പ്രളയമാണ്. ഈ ആശ്വാസത്തിൻ്റെ പ്രളയത്തിൽ ഇവൾ ഉറക്കം പോയി. എന്നുവെച്ചാൽ എന്താ കാര്യം? ഇവളുടെ സങ്കടം കാരണം ഉറക്കമില്ല. അപ്പോൾ ഈ ആശ്വാസം ഇങ്ങനെ 100 കണക്കിന് ആശ്വാസം തന്ന ആൾക്കാർ എന്ത് ചെയ്ത്? ഇവൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമയം വരുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങുമെന്ന്. അത് മനസ്സിലാക്കണം. ഇതാണ് എൻ്റെ ട്രാജഡി എന്ന് പറയുന്നത്. എത്ര ചക്കര തേൻ ഒലിപ്പിച്ച് ആശ്വാസം കൊടുത്താലും ഈ ആശ്വാസത്തിൻ്റെ വക്താവ് ഒരു സമയം വരുമ്പോൾ ഉറങ്ങും. നമുക്കപ്പോഴും ഉറക്കമില്ല. ഇത് എന്നെങ്കിലും സൗമ്യത്തിൽ നേരത്തെ അനുഭവിച്ചത് കൊണ്ടൊരു സന്തോഷമുണ്ട് എനിക്ക്. നമ്മളെ പല ആൾക്കാരും ചാകണ സമയത്ത് വാർദ്ധക്യത്തിലാണ് ഇതുപോലെ അനുഭവിക്കുന്നത്. ഇതൊരു ട്രാജഡിയാണ്. ഇതൊക്കെ ചെറുപ്പകാലത്ത് തന്നെ അനുഭവിച്ച് മാറേണ്ടതാണ്. എല്ലാവരും ഉണ്ടല്ലോ, വീട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, തിരക്കാരുണ്ട്, ആളുണ്ട്, എല്ലാത്തിനും ഉണ്ട്. നമുക്കെന്തെങ്കിലുമൊക്കെ നിവൃത്തിയുള്ളവരാണെങ്കിൽ ആൾക്കാർ തിരക്കാൻ അന്വേഷിക്കാനൊക്കെ ഒത്തിരി പേരുണ്ടാകും. പക്ഷേ ഇതിൻ്റെ പേരിൽ പല ആൾക്കാരും മനുഷ്യൻ്റെ പാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും നാൾ വൈദികനായിട്ട് എനിക്ക് മനസ്സിലായത് മനുഷ്യൻ്റെ ഗുരുതരമായ പാപം എന്ന് പറയണത് ദൈവത്തെ അവോയ്ഡ് ചെയ്യണതാണ്.
ദൈവത്തെ അവോയ്ഡ് ചെയ്യണമല്ലോ. ഇപ്പം നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്ത് നോക്കിയേ, നിങ്ങൾ വീട്ടിൽ അപ്പം തന്നെ പുലിയാവും അല്ലേ, നിങ്ങൾ അവോയ്ഡ് ചെന്ന് കണ്ടു കഴിഞ്ഞാൽ. ഇതുപോലെ തന്നെയാണ് ദൈവത്തെ നമ്മൾ, ഇപ്പോൾ നിങ്ങളൊരു ബന്ധു വന്ന് ഒരു ഞായറാഴ്ച ഒരു ബന്ധു വീട്ടിൽ വന്ന് അപ്പോൾ തന്നെ നിങ്ങൾ ഉടുത്ത സാരി കഴിച്ചിടും. എന്താണ്, വൈകുന്നേരം മറ്റേ പള്ളിയിൽ പോകാം എന്നും പറഞ്ഞ് അവിടെ മനസ്സിലായി അവോയ്ഡ്, അപ്പം തന്നെ ദൈവത്തെ അവോയ്ഡ് ചെയ്യും. അയ്യോ, പല ആൾക്കാരുടെയും ജീവിതത്തിൽ അവരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ജോലിക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി, അതുപോലെ തന്നെ ഗ്യാങ്ങിന് വേണ്ടി എല്ലാം ദൈവത്തെ അവോയ്ഡ് ചെയ്ത ചരിത്രമാണ്. നിങ്ങൾക്ക് അനുതാപിക്കണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ആ മേഖല ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും. നിങ്ങൾ അനുതാപിക്കുന്ന പല കാര്യവും ദൈവത്തിന് ആവശ്യമില്ലാത്തതാണ്. നിങ്ങൾ അനുതാപിക്കുന്നു എന്ന് പറയുന്ന പല കാര്യങ്ങളും അനുതാപത്തിൻ്റെ ആ പട്ടികയിൽപ്പെടാത്തതാണ്. എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കുന്നത് ഇപ്പം, അതായത് ഏതെങ്കിലും സമയത്ത് ഇപ്പം നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആര് വന്നാലും, ഭാര്യ വന്നാലും ഭർത്താവ് വന്നാലും മക്കൾ വന്നാലും ആര് വന്നാലും ഒന്നാം പ്രമാണ ലംഘനമായി പോകും ദൈവത്തിൻ്റെ സ്ഥാനത്ത്. നിങ്ങളിപ്പോൾ ഈ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക പ്രതിസന്ധികളിൽ വന്നപ്പോഴും നിങ്ങൾ ദൈവമായിട്ട് അടുക്കുന്നവരുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല, അത് തെറ്റാണെന്നും പറയണില്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, ഒരു മനുഷ്യൻ്റെ സൗഭാഗ്യം എന്ന് പറയണത് എല്ലാ കാലാവസ്ഥയിലും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ വേണ്ടി തന്നെയാണ് കൽപ്പന തന്നപ്പോൾ നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞു. എൻ്റെ കാരണം, നിൻ്റെ കർത്താവായ എന്ന് പറഞ്ഞാൽ നിൻ്റെ കർത്താവായ ദൈവം, നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു. ഇങ്ങനെ പറയാൻ കാരണം വേറെ പല ഞാനുകളും കർത്താവിൻ്റെ വേഷം കെട്ടി വരുന്നത് കൊണ്ടാണ്. പീഡിയ, അതാണ് പ്രശ്നം. വേറെ പല ഞാനുകളും വരുന്നുണ്ട് കർത്താവിന്, ഞാനാണ് കർത്താവെന്നും പറഞ്ഞ് വരുന്നുണ്ട്. അത് ഞാനാണ് കർത്താവെന്നും പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ മക്കളും വരും. അമ്മ ഇന്ന് പള്ളിയിൽ പോകണ്ട, എന്താ പരീക്ഷയാണ് എന്ന് പറയും, അവിടെ അമ്മ നിൽക്കാൻ പറയും. വേണ്ട, അത് ഞാനാണ്, അത് കർത്താവാണ്. നീ പഠിക്കണം, നീ ജയിക്കണം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാൻ ഒരു തള്ളക്കും പറ്റത്തില്ല. അവൻ പറഞ്ഞതും കേട്ട് അവിടെ കുത്തിയിരിക്കും. അപ്പോൾ ആ കർത്താവ് ആരായി? മകനായി. അമ്മ ഇന്ന് പള്ളിയിൽ പോകണ്ട, അമ്മ വൈകുന്നേരം പോയ, എപ്പോഴും പള്ളിയിൽ തന്നെയല്ലേ അമ്മ, ഇന്നെൻ്റെ പരീക്ഷയാണ്, അമ്മ ഇവിടെ ഇരിക്കാൻ പറയും. ഉടനെ അമ്മ അവിടെ ഇരിക്കും. അതാണ് സംഭവം. അപ്പോൾ ആരായി? കർത്താവ് ആരായി? മകനായി. അപ്പോൾ നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുമെന്ന് പറയുമ്പോൾ എവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രാധാന്യം വേറെ എന്തെങ്കിലും വസ്തുവിനോ ജോലിക്കോ വേറെ എന്തെങ്കിലും സംവിധാനത്തെ കൊടുത്ത ഉടനെ ഈ ഒന്നാം പ്രമാണ ലംഘനമായി മാറും. ഒന്നാം പ്രമാണ ലംഘനമായി. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങയുടെ സ്ഥാനത്തെ വേറെ വ്യക്തികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നോൻപ് കാലത്ത് മാപ്പ് ചോദിക്കുകയും ദൈവമേ അങ്ങയ്ക്ക് പ്രഥമ സ്ഥാനം നൽകി ജീവിക്കാനുള്ള ഒരു പൊതു ജീവിതത്തിലേക്ക് എന്റെ ജീവിതം പുനർക്രമീകരിക്കണം. നമ്മൾ പറഞ്ഞു വരുന്നത് ഈ പ്രയോറിറ്റിയാണ് വിഷയം, മുൻഗണനാ പ്രാധാന്യങ്ങളാണ്. അതായത് ഇപ്പോൾ ഈ സൗമ്യയുടെ വിഷയം കണ്ടില്ലേ, സൗമ്യക്ക് ആരാ കുറവ്? എല്ലാവരും ഉണ്ട്. ആശ്വാസത്തിനും കുറവില്ല. എന്തെങ്കിലും നമുക്ക് സംഭവിച്ചാൽ ഈ ചുറ്റും നിൽക്കുന്നവർ വെറും കടലാസ പൂലികൾ മാത്രമാകും. ഓർത്തേക്കണം. അല്ല പറഞ്ഞ ഇപ്പോൾ ആശ്വാസം കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ ആൾക്കാരും എന്താ സംഭവിച്ചിട്ടുണ്ട്? സമയം എന്താ പറയണത്? എല്ലാവരും ഒരു സമയം കഴിയുമ്പോൾ എല്ലാവരും അത് കണ്ടു നോക്കണം. ആ വിഷയം നിങ്ങൾ പല ആൾക്കാരും ഇത് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത് നമുക്കെന്ന് രോഗം വന്ന് കിടക്കുമ്പോൾ അല്ലെങ്കിൽ വയ്യാണ്ടാകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ആർക്കും നിങ്ങൾ അങ്ങനെ മറ്റുള്ളവർ നമ്മളെ നോക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ശടിക്കുകയും ചെയ്യരുത്. പറ്റത്തില്ല.
അവരെ കൊണ്ട് പറ്റത്തില്ല. അവർ നമ്മളെക്കാൾ ഗതികെട്ട മനുഷ്യരാ. ഇപ്പം ആവശ്യമില്ലാത്ത കാര്യം മേക്കെട്ട് കയറാൻ നിൽക്കേണ്ട കാര്യമില്ല. ഒരു സമയം വരുമ്പോൾ അവൾ പറയണത് ശരിയാണ്, ഒരു സമയം കഴിയുമ്പോൾ എല്ലാവരും ഉറക്കും. അതുകൊണ്ട് ബൈബിൾ എന്താ പറയണത്? ആരെല്ലാം ഉറങ്ങിയാലും നിന്നെ ഞാൻ ഉറങ്ങാതെ, അതാണ് ബൈബിൾ. അതല്ലേ ആരെല്ലാം ഉറങ്ങിയാലും എടുത്ത് 121:4 സങ്കീർത്തനം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം. ഹല്ലേലൂയ. 121 സങ്കീർത്തനം 4-ാം തിരുവചനം. 121 സങ്കീർത്തനം 4. ഇസ്രായേലിന്റെ പരിപാലകൻ. അതാ വിഷയം എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല. ഇത് എന്തിന് വെറുതെ വിളിച്ചു പറഞ്ഞത്? നീ മയങ്ങുമ്പോഴും നിന്റെ കൂടെയുള്ളവരെല്ലാവരും മയങ്ങണ സമയത്തും ഞാൻ നിനക്ക് കാവൽ നിൽക്കുമെന്ന് അതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾ പറയും ഇതൊരെല്ലാം ഫിഗറേറ്റീവ് അല്ലേ എന്ന് പറയും. അതായത് അത് ഈ സൗമ്യയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫിഗറേറ്റീവ് ആണോ അർത്ഥവത്താണോ എന്ന്. സൗമ്യ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇവളെപ്പോഴും ഇങ്ങനെ ഇവക്ക് ഉറക്കവും ഇല്ല, ഭ്രാന്തി പിടിച്ചവരും അടയ്ക്കണില്ല. ഇവളെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി മനഃശാസ്ത്രത്തിൻ്റെ അടുത്ത്. ഉറക്കമില്ല, ആളിന് ഉറക്കമില്ലാത്ത കൊണ്ടാണ്. കൗൺസിലിങ്ങിന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇവളോട് പറഞ്ഞ് ജീവിതവും മരണവും അത് ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്, അതൊരു റിയാലിറ്റിയാണ്, അത് അക്സെപ്റ്റ് ചെയ്യാതെ പറ്റത്തില്ല. എടാ ഇതിന് നമ്മൾ 700 രൂപ കൊടുക്കണം വിത്ത് പറയണമെങ്കിൽ. കേട്ടോ, കൗൺസിലർ എന്താ പറഞ്ഞു കൊടുക്കണമെന്ന് അറിയാമോ സൗമ്യക്ക്? ജീവിതവും മരണവും അത് ജീവിതത്തിൻ്റെ റിയാലിറ്റികളാണ്, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. 700 രൂപ. അതാണ് ഇപ്പോൾ ഈ ഒരു സാധനം പറഞ്ഞു തരുന്നത്. നമുക്ക് 700 കൊടുക്കണം. ഈ മനുഷ്യന്മാരുടെ അവസ്ഥ ഇതാണ്. ദൈവത്തെ എനിക്ക് കൗൺസിലിംഗ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യമുണ്ട് ഞാൻ ഇപ്പോൾ രൂപതകളിലും ഇതൊക്കെ ഭയങ്കരമായിട്ട് കൗൺസിലിംഗ് കോഴ്സൊക്കെ പറഞ്ഞില്ലേ. പക്ഷേ ക്രിസ്തുവിനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതൊക്കെ വെറും അഭ്യാസങ്ങളാണ്. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് മൗലികമായിട്ടൊരു ഉത്തരവാദിത്തമേ ഉള്ളൂ. എന്താണ്? മനുഷ്യന്മാരുടെ മുഴുവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ആരെ കൊടുത്തിരിക്കുന്നത്? ക്രിസ്തുവിനെ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ സായിപ്പ് പഠിച്ച് കീറി വരച്ചറിഞ്ഞ സാധനം നമ്മൾ പോയി പഠിച്ചിട്ട് അത് കൊണ്ടുവന്ന് വേദനിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ കെട്ടിച്ചമച്ചിട്ട് സർവ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നോൺസെൻസാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല, അതാണ് പ്രശ്നം. മനുഷ്യാത്മാവും ബുദ്ധിയാത്മാവൊക്കെ പ്രവർത്തിക്കും, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നൊരു പശ്ചാത്തലം ഉണ്ടാക്കിയെടുക്കുകയാണ് സഭയുടെ ദൗത്യം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നൊരു പശ്ചാത്തലം ഉണ്ടാക്കിയെടുക്കുക. എന്തിനാണത്? ക്രിസ്തുവിനെ കൈമാറാനാണ്. കാര്യം എന്താണ്? ക്രിസ്തുവാണ് ലോകത്തിൻ്റെ പരിഹാരം. ലോകത്തിൻ്റെ പരിഹാരമായിട്ട് ദൈവം മീമാംസകളും മനഃശാസ്ത്രവും ഉണ്ടാക്കിയിട്ടില്ല. ലോകത്തിൻ്റെ പരിഹാരമായിട്ട് ദൈവം ഉണ്ടാക്കി വച്ചിരിക്കുന്നതും നമുക്ക് പറഞ്ഞു തന്നിരിക്കണം ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെ കൊടുക്കാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അറിയാവുന്ന പല കാര്യങ്ങൾ കൊടുത്തിട്ട് അതാണ് ക്രിസ്തു എന്ന് പറയേണ്ടി വരും. ഇതൊരു ഗതികെട്ട അവസ്ഥയാണ് ശരിക്കും. ഈ ആളിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ജീവിതവും മരണവും അത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്, അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളെന്ന് പറയും. ഈ തീ കൊണ്ട് ഈ ചേനെ വേഗത്തില്ല. എന്താ ചെയ്യാൻ പറ്റാത്തത്? ഇയാളെ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഓർക്കുക, വെള്ളമല്ലാത്തതിന് നിങ്ങളെ വെള്ളമെന്ന് വിളിച്ചു, കിണറല്ലാത്തതിന് നിങ്ങൾ പൊട്ടക്കിണർ കുഴിച്ചു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഓരോ മാർഗങ്ങളിലൂടെ പോകുമ്പോൾ ഈ ക്രിസ്തുവിന് പകരം ക്രിസ്തുവിനെ നമുക്ക് കൊടുക്കാൻ പറ്റാത്തതും കാലം ഇപ്പോൾ ഓരോ സിറ്റുവേഷൻസ് ഈ ലോകത്തുണ്ടാകുമ്പോൾ ദൈവപിതാവ് നിർവഹിച്ച ഒരു സൊല്യൂഷൻ എന്താണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ
എന്താണ് നമ്മൾ ചെയ്യണത്? ക്രിസ്തുവിനെ റിജക്റ്റ് ചെയ്യണത്. ക്രിസ്തുവിന് പകരം വേറെ സംഭവങ്ങൾ നമ്മളവിടെ ചെയ്യുമ്പോൾ ഇതിന് സഭയ്ക്ക് ബാധ്യതയില്ല. ഇപ്പം നമ്മൾ യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ നോക്കുമ്പോൾ സഭ ഒരുതരം മരവിച്ച അവസ്ഥയാണ്. എന്താ കാരണം? ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നു. ഞാൻ എല്ലാ കാലങ്ങളും യൂറോപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ആളാണ്. ഞാനിപ്പോൾ യൂറോപ്യൻ ധ്യാനങ്ങളെല്ലാം നടത്തി ഓരോ രാജ്യങ്ങളിലൊക്കെ വരുമ്പോൾ എനിക്ക് ഓർക്കുകയും നമ്മുടെ സഭ എന്തുമാത്രം ഇന്ന് ക്രിസ്തു വിജ്ഞാനീയത്തിലും ക്രിസ്തു അനുഭവജ്ഞാനത്തിലും എന്തുമാത്രം ടോപ്പാണ് ഈ മലയാളം സഭ. എന്തുമാത്രം ടോപ്പാണ്. ഇതുപോലെയുള്ള ക്രിസ്തുവിനെ മാറ്റിയിട്ട് അവിടെ മനഃശാസ്ത്രവും അവിടെ സാങ്കേതിക ശാസ്ത്രവും ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, എന്നിട്ട് അനോയിൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് പോലും ക്രിസ്തുവിനെ കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവർ പോലും മറ്റ് ക്രിസ്തുവിനെ കൊടുക്കുന്നതിന് പകരം അവരെ ക്രിസ്തുവിനെ കൊടുക്കാൻ അറിയാൻ പാടില്ലാത്തതെന്ന് ഞാൻ പറയും. ജെറമിയ 2:13 വായിച്ചേ. ജെറമിയ 2:13. ജെറമിയ 2:13. എന്തെന്നാൽ എന്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബൈബിൾ അതിനെ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യും. എന്താ കാര്യം? അത് വേസ്റ്റ് ഓഫ് ടൈമാണ്. അതാ എൻ്റെ ജനം രണ്ട് തെറ്റ് ചെയ്തു. ഒന്നെന്താണ്? അവോയ്ഡ് ജീസസ്. ജീവൻ്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു മാത്രമല്ല, പിന്നെ എന്ത് ചെയ്ത് ജലം സൂക്ഷിക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കൃപ സൂക്ഷിക്കാൻ പറ്റാത്ത. അതാ വിഷയം. ജലം സൂക്ഷിക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലമെന്ന ബൈബിൾ എന്താണ്? കൃപയാണ്. കൃപ സൂക്ഷിക്കാൻ പറ്റാത്ത എന്ത് ചെയ്ത്? പൊട്ടക്കിണറുകൾ കുഴിച്ചു. എന്ത് ചെയ്ത്? അതായത് നല്ലൊരു എനർജി നഷ്ടപ്പെട്ടു. ജനം എന്ത് ചെയ്തു? ഇപ്പം ജോബിനോട് തന്നെ ഇതുപോലെയുള്ള ആശ്വാസക്കാരൊക്കെ ജോബിൻ്റെ അടുത്ത് ചെല്ലും. ജോബിൻ്റെ സങ്കടകാലങ്ങളിൽ ഒരാശ്വാസവും ഒരു സാങ്കേതിക ജ്ഞാനവും ഒന്നും ക്രിസ്തുവിന് പകരം വേറെ ഒന്നും പറ്റത്തില്ല. ജോബ് എന്താ പറയണമെന്ന് ജോബിൻ്റെ പുസ്തകത്തിലുണ്ട്. ജോബിൻ്റെ സങ്കടകാലത്ത് ആശ്വാസം കൊണ്ട് ചെന്നവർക്ക് ജോബ് എന്താ ആശ്വാസം, എങ്ങനെയാണ് ജോബിനെ അനുഭവിച്ചതെന്ന് ജോബ് പറയുന്നുണ്ട്. 16 ജോബ് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ജോബ് 16:1-2 തിരുവചനങ്ങൾ. ജോബ് 16:1-2 തിരുവചനങ്ങൾ. ജോബ് പറഞ്ഞു. നിങ്ങൾക്ക് ജോബിനെ അറിയാമല്ലോ അല്ലേ? ചെറുക്കറിയത്തില്ല. എന്നുവെച്ചാൽ ജോബെന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഒരു താപസനായ ഒരു സുവിശേഷം ജീവിക്കുന്ന ഒരാളാണ്. ദൈവദൃഷ്ടിയിൽ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. അപ്പം സാത്താൻ ഒരിക്കൽ ജോബിനെ കണ്ടിട്ട് സ്വർഗത്തിൽ ചെന്നു. അപ്പോൾ ദൈവത്തിന് പോലും ജോബ് അഭിമാനിയായിരുന്നു. ജോബിനെപ്പോലൊരു മനുഷ്യൻ സുവിശേഷവിഹിതമാണ് ജീവിക്കുന്നത് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ഈ അഭിമാനമായതുകൊണ്ട് ജോബിനോട് സാത്താൻ ചോദിച്ചു, ദൈവം ചോദിച്ചു, നീ ഭൂമിയിൽ പോയിരുന്നല്ലേ? എന്നിട്ട് പോയിരുന്നു. അപ്പം എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടോയെന്ന് ചോദിച്ചു. കാരണം ദൈവത്തിൻ്റെ ഒരു അഭിമാനമാണ് അവൻ. അപ്പോഴേ സാത്താൻ പറഞ്ഞു, ഞാൻ കണ്ടു, നീ അവന് ചുറ്റും വേലി കെട്ടി വെച്ചിരിക്കുകയല്ലേ, അവൻ്റെ സമ്പത്തിന് ചുറ്റും നീ വേലി കെട്ടി വെച്ചിരിക്കണതല്ലേ, അവനൊന്ന് തൊട്ട് നോക്കുക, ആ വേലിയൊന്നും എടുക്കാൻ എന്നോട് പറ, അവൻ നിന്നെ തള്ളിപ്പറയുമെന്ന് സാത്താൻ ദൈവത്തോട് പറയും. അപ്പോൾ ദൈവം പറയും, ശരി, ഞാൻ അവൻ്റെ സമ്പത്തിൻ്റെ വേലി മാറ്റാൻ വേണ്ടി നിനക്ക് അനുവാദം തന്നെന്ന് പറയും. എന്നാലും അവൻ എന്നെ തള്ളിപ്പറയത്തില്ലെന്ന് ദൈവം പറയും. അപ്പോൾ സാത്താൻ പറയും, വാ നമുക്ക് നോക്കാമെന്ന് പറയും. ദൈവം അനുവാദം കൊടുത്തോടുകൂടി എൻ്റെ അമ്മയും ഇവൻ്റെ മക്കളെല്ലാം ഇടിവിട്ട് മരിച്ച്, കന്നുകാലികളും മരിച്ചു, ഭൃത്യന്മാർ മരിച്ചു, അവന് കുഷ്ഠമായി, രാത്രിയും പോലെ ഉറക്കമില്ലാതെയായി. അപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് ജോബ് പോണത്. അപ്പോഴീ ആശ്വാസക്കാർ വരും.
ആശ്വാസക്കാർ വരും. അതായത് ഒരു ടൈമിന് ഒരു ആശ്വാസവും നമ്മൾ ഏക്കത്തില്ല, നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഈ ടൈം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നമ്മൾ ആർജിക്കാൻ വേണ്ടിയുള്ള ടൈമാണ്. ആ ടൈം എന്ന് പറഞ്ഞാൽ ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ക്രൂശിതനായ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കാനുള്ള ടൈമാണ്. ക്രൂശിതനായ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് ദുഃഖ വെള്ളിയാഴ്ചയും നോൻപ് കാലത്തും മാത്രമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശകാലങ്ങളിൽ എന്തിനുള്ളതാണ്? ക്രൂശിതനായ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ട് അവൻ്റെ കൂടെ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ്. ആ കാലങ്ങളിലെല്ലാം മറ്റുള്ളവരെ നമ്മൾ ആശ്വസിപ്പിക്കാൻ ചിലപ്പോൾ തിരക്ക് വരും, ചിലപ്പോൾ അറിഞ്ഞില്ലെന്ന് പറയും. അയ്യോ അങ്ങനെ സംഭവിച്ചോ, ഞങ്ങൾ അറിഞ്ഞില്ലല്ല, ഒന്ന് വിളിക്കാനും പാടില്ല, പിന്നെ വിളിച്ചാൽ ഇവർ വണ്ടിയെടുത്ത് വരും. അതൊക്കെ വെറുതെ പറയണതാണ്. അത് ആവശ്യമില്ലാത്ത പ്രാധാന്യം ആൾക്കാരെ കൊടുക്കുകയും ആവശ്യമില്ലാത്ത അവർ വന്നില്ല, തിരക്കില്ല, അന്വേഷിച്ചില്ല, പറഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മേക്കിട്ട് കയറി ഈ പഴയ മനുഷ്യനില്ലേ അതിൻ്റെ ചെയ്തികളോടുകൂടി നിങ്ങൾ ദൂരെ എറിയണം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൊളോസ്യോസ് 3:9-10 കൊളോസ്യോസ് 3 ഉടമ്പടിയിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഉടമ്പടി നിന്ന് കത്തണമെങ്കിലുള്ള പരിപാടിയാണിത്. എന്താണ് കൊളോസ്യോസ് 3:9? പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. അപ്പോൾ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യൻ ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ ധരിക്കാനാണ് പറയണത്. പഴയ മനുഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പഴയ മനുഷ്യൻ? ഇപ്പം ഞാൻ എന്താ പറഞ്ഞത്? ഇപ്പം നിങ്ങളൊരു കിടപ്പിലായിപ്പോയി, നിങ്ങൾ ആരെങ്കിലും തിരക്കാൻ നിങ്ങൾ പോയി അന്വേഷിക്കുകയും ബൈസ്റ്റാൻഡായിട്ട് പോയി അവർക്ക് രോഗം ഉണ്ടായപ്പോൾ ആശുപത്രിയിൽ പോയി നിൽക്കുകയും ചെയ്ത ആളായിരിക്കും നിങ്ങൾ. അവർ വരുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിരിക്കണത്. ആരെല്ലാം വന്നാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. എന്താണ്? അവർ വന്നു പോയി, പക്ഷേ ഈ ആൾ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളെ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. ഈ പണ്ടാരം വരണ ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞായിരിക്കും. അവർ നിങ്ങളെ മിണ്ടത്തുമില്ല, ഭക്ഷണം കഴിക്കത്തില്ല, പിന്നെ അവരോട് മേക്കിട്ട് കയറി. ഇതാണ് പഴയ മനുഷ്യൻ. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോട് ദൂരെ എറിയുവിൻ എന്ന് ദൂരെ എന്നിട്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുവിൻ. ഇനി ക്രിസ്തുവിനെ നേടാൻ വേണ്ടി എന്ത് ചെയ്യണം? സകലതും കുപ്പയായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഫിലിപ്പി 3:8 എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അപ്പൊ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി പല കാര്യങ്ങളും പല മനുഷ്യരും പല രീതിയിൽ നമ്മളോട് പെരുമാറിയതും അതുപോലെ തന്നെ നമ്മളെ അപമാനിച്ചതും നമ്മളെ കൊച്ചാക്കിയതും നമ്മളെ അവോയ്ഡ് ചെയ്തതും നമ്മൾ പരിഗണിക്കാതിരുന്നതും ഈ സംഭവങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയണം. അതാണ് ഈ നോൻപ് കാലത്തിൻ്റെ പ്രത്യേകത. എന്തിനു വേണ്ടിയാണ്? ഒന്നിനു വായിച്ചത് ഫിലിപ്പി 3:8 എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അപ്പൊ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ സകലതും വേസ്റ്റായിട്ട് കരുതണം. വിശുദ്ധിയിലേക്ക് വരണമെങ്കിൽ കുറേ വേസ്റ്റ് എടുത്ത് പുറത്ത് കളയണം. നിങ്ങൾ വീട്ടിലും അങ്ങനെയല്ലേ? വീട് വൃത്തിയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം വേസ്റ്റ് മാനേജ് ചെയ്യണം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. വേസ്റ്റ് അതിൻ്റെ ഉറവിടങ്ങളിൽ തന്നെ നശിപ്പിക്കാൻ പറയും.
അല്ലാതെ മറ്റുള്ളവരുടെ വീട്ടിൽ കൊണ്ടിടരുതെന്ന്. വേസ്റ്റ് അതിൻ്റെ ഉറവിടങ്ങളിൽ തന്നെ നശിപ്പിക്കാൻ പറയും. ഇതുപോലെ തന്നെയാണ് റൈറ്റ് ഓഫ് ചെയ്ത് കളയണം പല കാര്യങ്ങൾ. വൈരാഗ്യം, വിദ്വേഷം, അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന കുറേ നമ്മൾ അവോയ്ഡ് ചെയ്തു, ഒഴിവാക്കി, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ സംഭവം, വെറുപ്പ് വൈരാഗ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സംഭവം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ റൈറ്റ് ഓഫ് ചെയ്യുന്നില്ല, കുപ്പയായി കരുതണമെന്ന്. അപ്പം ഇത് ഇവിടുത്തെ അക്രൈസ്തവ സഹോദരങ്ങൾ ഇതിൻ്റെ അകത്ത് കുറേ അധികം ഇരിപ്പുണ്ട്. ഈ ഞായറാഴ്ചകളിൽ അങ്ങനെ വരും, കുറേ അക്രൈസ്തവ സഹോദരങ്ങൾ വരും. അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഉടമ്പടി ചെയ്ത് ജീവിക്കുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഈ വിശുദ്ധിയുടെ ഭാഗങ്ങളെ കൃത്യമായിട്ട് പാലിക്കണം. വൈരാഗ്യം, വിദ്വേഷം, ചതി, മുൻകോപം, കലഹം, ഭിന്നത, ഇങ്ങനെയുള്ള എല്ലാം വേസ്റ്റായിട്ട് കരുതണം. വേസ്റ്റായിട്ട് അത് ഇനി അത് ആ അക്കൗണ്ട് നമ്മളിനി ഓപ്പൺ ചെയ്യരുത്, ക്ലോസ് ചെയ്തേക്കണം. അത് ക്ലോസ് ചെയ്യണം. അങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ എന്തിനാണ് ഉദ്ദേശിക്കണത്? ക്രിസ്തുവിൻ്റെ ചൈതന്യത്തെ ആവഹിക്കുകയാണ്. കാര്യം ഉടമ്പടിയാണ് കത്തണം എന്നുണ്ടെങ്കിൽ അത് ക്രിസ്തു ചൈതന്യത്തിലേ കത്തത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ വിഷയം ചെയ്യണത്. ശ്രുതികടെ ഹല്ലേലൂയ. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും. നമ്മൾ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, അതുപോലെ തന്നെ നമ്മൾക്ക് ആശ്വാസവും അവലംബവും തരുന്നവർ നമ്മൾ ഒത്തിരി പേരുണ്ട്. അവരൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്നല്ല എൻ്റെ അർത്ഥം. അവർക്ക് ദൈവത്തിൻ്റെ പ്രാധാന്യം കൊടുക്കരുത്. ഉടമ്പടി ഒരു നിലപാടാണ്. കാര്യം നമ്മൾ ദൈവവുമായിട്ട് ഉടമ്പടിയിലുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനം വേറെ ആർക്കും വരരുത്. ഇനി നിങ്ങളുടെ ആങ്ങളെയാണ്, അല്ലെങ്കിൽ അനിയത്തിയാണ്, അല്ലെങ്കിൽ അമ്മയാണ്, അല്ലെങ്കിൽ മകളാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രാധാന്യം കൊടുത്താൽ നിങ്ങൾക്ക് നല്ലൊരു തട്ടുകേട് വന്നു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ജോബിൻ്റെ അടുത്ത് ആൾക്കാരെ വരാൻ നോക്കിക്കേ. ജോബിൻ്റെ അടുത്ത് 16:2 എടുത്തേ. ജോബ് 16:2. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ജോബ് 16:2. ജോബ് 16:2. ഇതൊക്കെ മുൻപും ഞാൻ കേട്ടിട്ടുണ്ട്. ആശ്വാസം കൊണ്ട് ജോബിൻ്റെ ശരീരമൊക്കെ ഇങ്ങനെ പറഞ്ഞു കീറി പഴുത്ത്, അപ്പോൾ ഓരോരുത്തർ ആശ്വാസം കൊണ്ട് വരികയാണ്. അപ്പോൾ ജോബ് പറയണ വാക്കാണ് എന്താണ്? ഈ ആശ്വാസത്തിൻ്റെ പരിപാടിയൊക്കെ ഇതൊക്കെ മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ നൽകുന്ന ആശ്വാസം ദയനീയമാണ്. ഗതികേടാണെന്ന്. അതായത് നമുക്ക് ചുറ്റും നൽകുന്നവർ ഇതൊക്കെ മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ നൽകുന്ന ആശ്വാസം ഗതികേടാണെന്ന് പച്ചക്കും ബൈബിൾ പറയണതാണ്. ലോകത്തുള്ള എന്ത് ആശ്വാസം എന്ന് പറഞ്ഞാലും അവസാനം ഗതികേടായിരിക്കും. അത് മനഃശാസ്ത്രമായാലും ശരി, കൗൺസിലിംഗ് ആയാലും ശരി, ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആരെല്ലാം ലോകത്തിന് ആശ്വാസം പറഞ്ഞാലും നമുക്ക് ക്രിസ്തുവിൻ്റെ കൂടെ സഹിക്കാൻ തന്നെ എന്ത് ധൈര്യമാണ്. എന്താ കാര്യം? ഇപ്പം നമുക്ക് സഹിക്കേണ്ടി പറഞ്ഞു വിചാരിച്ചോ? അപ്പോൾ നമുക്ക് ആവശ്യമല്ല. എന്താ കാര്യം? നമ്മൾ ക്രൂശിതനായ കർത്താവിൻ്റെ കൂടെയാണ് നമ്മൾ സഹിക്കുന്നത്. അവൻ്റെ കൂടെ സഹിക്കുമ്പോഴേ എൻ്റെ ജീവിക്കണം എങ്ങനെ? കർത്താവിൻ്റെ കൂടെ സഹിച്ചവർ കർത്താവിൻ്റെ കൂടെ നേടും. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 8:17. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവിക്കുന്നു. എന്ന് പറഞ്ഞ 1000 പ്രാവശ്യം പറയണം. അപ്പം അഭിഷേകം എന്താ സംഭവിച്ചില്ലേ? ഒന്ന് വായിച്ചേ. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവിക്കുന്നു. അപ്പൊ പീഡ അനുഭവിക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ട്, ഒരു സതീർത്ഥ്യൻ, ഒരു സഹചാരി. ആരാണത്? ദൈവം തന്ന, പിതാവ് തന്നൊരാളേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നിങ്ങളുടെ നാത്തുവിനോ അനിയത്തിയോ ചേട്ടനോ അപ്പനോ അമ്മയോ ആരുമില്ല. നോ ബഡി. അത് ഓർക്കണം നമ്മൾ.
പീഡ അനുഭവിക്കുമ്പോൾ ദൈവം നമ്മുടെ ആശ്വാസത്തിന് സിംഗിൾ നെയിം ഇസ് ഗിവൺ, ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കൈയടിക്കട്ടെ ശ്രുതികളല്ലേ. അപ്പം അതായത് നമുക്ക് ആശ്വാസത്തിനും നമുക്ക് കൂട്ടായിട്ടും നമുക്ക് സഹവാസത്തിനും എല്ലാത്തിനും കൂടി നമ്മുടെ സഹന സാഹചര്യങ്ങളിൽ ദൈവം ഒരാളെ തന്നിട്ടുള്ളൂ. അതിൻ്റെ ഭർത്താവല്ല, അതിൻ്റെ ഭാര്യയല്ല, അതിൻ്റെ മക്കളല്ല, ബന്ധുക്കളല്ല, ആരുമല്ല. ദൈവം തന്നിരിക്കുന്നത് ക്രിസ്തുവിനെയാണ്. യു ഗോട്ട് മീ? എന്നെ മനസ്സിലായത് നിങ്ങൾക്ക്? അത് ഒന്നുകൂടെ വായിച്ചത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവിക്കുന്നു. പീഡ അനുഭവിക്കുന്നത് ഒറ്റക്കല്ലെന്ന് മനസ്സിലായി. എന്താ കാര്യം? അവനോട് കൂടെയാണെന്ന്. വിശ്വാസിയുടെ ഏറ്റവും വലിയ നേട്ടം അതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ആഴ്ച മുഴുവനും എനിക്ക് കുർബാന പോലും ചെല്ലാവത്തില്ല. എൻ്റെ കുർബാനയെല്ലാം അലസച്ചനാ ചൊല്ലി തന്നത്. എന്താ കാര്യം? പെട്ടെന്നൊരു ഛർദി വന്ന് നിങ്ങൾ മാതാവിനെ കണ്ടു പോയില്ലേ? ഞാൻ കിടപ്പായി പോയി. ഒരു 2 ലക്ഷത്തോളം മനുഷ്യരെങ്കിലും മാതാവിനെ കണ്ടുപോയി. അന്ന് രാത്രി 12 മണിയായപ്പോഴാണ് തീർന്നത്. 4 വരി തൊട്ട് ഈ പ്രദേശം മുഴുവൻ ആൾക്കാരിങ്ങനെ ക്യൂ നിന്ന് അമ്മയും കണ്ടുപോയി. പക്ഷെ പിറ്റേ ദിവസം എനിക്ക് ഛർദിലും എല്ലാ തരത്തിലും അസുഖം ഉണ്ടായി. ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഗ്യാസ് കയറി. എന്താ കാര്യമെന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിൽ ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് തലപൊങ്ങിയത്. പക്ഷേ എന്നെ പിടിച്ചിടത്തണം എന്ത് സംഭവമാണ്? ഈ ശുശ്രൂഷയിൽ എപ്പോഴും നമ്മൾ വിശ്വാസമുള്ളവർക്ക്, പ്രത്യാശയുള്ളവർക്ക് നമ്മൾ സഹിക്കുന്നത് ഒറ്റക്കായിരിക്കത്തില്ലൊരിക്കലും. നമുക്ക് ആരോടും പരാതി ഉണ്ടാകത്തുമില്ല, നമ്മൾ ഒറ്റക്കായിരിക്കത്തുമില്ല. എന്താ കാര്യം? അത് ക്രിസ്തുവിനോട് കൂടെ എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലേ? ക്രിസ്തുവിനോട് കൂടെ. ഒന്നിനു വായിച്ചത് 8:17 റോമ. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവിക്കുന്നു. പീഡ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാലും ആരുടെ കൂടെ ആയിരിക്കും? അവനോട് കൂടെയായിരിക്കും. ഇതിൻ്റെ അതായത് ഈ നമ്മളൊക്കെ ഇങ്ങനെ ഡിവിഡൻഡ് എടുക്കുമ്പോൾ ഓർക്കുക, അവനോട് കൂടെ ഒരിക്കൽ നമ്മൾ മഹത്വപ്പെടാൻ വേണ്ടി, അപ്പം നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഡിവിഡൻ്റാണ് എടുക്കുന്നത്. അത് ബോധം ഉണ്ടാകണം. നമുക്കിതിനെക്കുറിച്ച് നല്ല ബോധം ഉണ്ടാകണം. കാര്യം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ സഹനം, കർത്താവ് രക്ഷയ്ക്ക് വേണ്ടി നേടിയെടുത്തിരിക്കുന്ന കാരണം സഹനം ദൈവം മഹത്വപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ സഹനം കർത്താവിൻ്റെ സഹനത്തോടു കൂടി കൂട്ടിവെക്കുമ്പോഴാണ് നമ്മുടെ സഹനം ക്രിസ്തുവിൻ്റെ സഹനമായിട്ട് കൺവേർട്ട് ആകുന്നത്. അതാണ് നമുക്ക് നിത്യതയ്ക്ക് ക്രിസ്തുവിൻ്റെ കൂടെ മഹത്വം പ്രാപിക്കുന്നതിന് ഉതകുന്നത്. അതുകൊണ്ട് അതിൻ്റെ പോർഷൻസ്, അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, നിങ്ങളെ അങ്ങോട്ട് ചെന്നിട്ട് വണ്ടിക്ക് തലവെക്കണമെന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ കൂടെ നേടി കുരിശിനെ കൃപയാക്കാൻ പഠിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? കുരിശ്, അതായത് ഈ ലോകത്തിലുണ്ടാകുന്ന ഒരു സഹനം പോലും നമ്മൾ വേസ്റ്റ് ആകരുത്. അത് ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ നിങ്ങൾ സഹനം എടുക്കണമെങ്കിൽ വേസ്റ്റ് ആകും. ഇപ്പം നിങ്ങളോട് ക്ഷമിക്കാൻ പറഞ്ഞ് കർത്താവ് എന്താ പറഞ്ഞത്? ഒരു കർണത്തടിക്കണവന് മറ്റേ കർണം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാണ്. അതാണ് വിഷയം. ക്രിസ്തുവിന് ശക്തി പ്രാപിക്കാൻ വേണ്ടി ക്രിസ്തു പറഞ്ഞിരിക്കുന്ന മാർഗമാണ് അത്. ഈ ക്രിസ്തുവിനെക്കുറിച്ച് ബുദ്ധിയും ബോധം ഇല്ലാത്ത പറഞ്ഞിട്ട് അവനവർക്ക് ഇതൊക്കെ എന്ത് കോമഡിയാണ്. ഒരു കണ്ണത്തടിക്കണത് എങ്ങനെ മരണം കാണിച്ചു കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം നിങ്ങൾ ചെവിയും കൊണ്ട് ഇല്ലാന്നല്ല എൻ്റെ അർത്ഥം. മറിച്ച് ഒരു സഹന സാഹചര്യവും ഞെരുക്ക സാഹചര്യവും ആരെങ്കിലും ഉണ്ടാക്കിയാൽ അതെല്ലാം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മൾ അത് ഫെസിലിറ്റേറ്റ് ചെയ്യണം, സൗകര്യപ്പെടുത്തണം. ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? മഴവെള്ള ടാങ്ക് ഉണ്ടാക്കും. അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ അതിന് അമ്മമാർക്കൊക്കെ ഓരോ രീതികളുണ്ട് മഴക്കാലങ്ങളിൽ മഴവെള്ളം ടാപ്പ് ചെയ്യാൻ വേണ്ടി. അതുപോലെ ഇതുപോലെ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി
പ്രത്യേകിച്ച് കർത്താവ് നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചൊക്കെ പ്രാർത്ഥിക്കുമല്ല, പാവനാത്മാവ് വാ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലേ. പക്ഷെ പ്രോസസ്സ് എന്താണ്? പ്രോസസ്സ് എന്ന് പറയണത് നമ്മൾ പാവനാത്മാവെന്ന് പ്രാർത്ഥിച്ച് വിറച്ച് തല്ലി പ്രാർത്ഥിച്ച് അടിച്ച് തല്ലി വീണാലും പരിശുദ്ധാത്മാവിനൊന്നും ഒരു നിർബന്ധമില്ല. നമ്മൾ വിറച്ച തല്ലി പ്രാർത്ഥിച്ച് അടിച്ച് തല്ലി വീണാലും പരിശുദ്ധാത്മ വരണമെന്ന് ഒരു നിർബന്ധമില്ല. അതൊരു കേവല അഭ്യാസങ്ങളാണ്. കാഴ്ചക്ക് കുറച്ച് സർക്കാസ്റ്റിക്കാണെന്നേ ഉള്ളൂ. സഹനത്തിലൂടെ അല്ലാതെ ക്രിസ്തു രക്ഷ നേടിയെടുത്തില്ലെങ്കിൽ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട നിത്യത വരെയുള്ളതെല്ലാം, പരിശുദ്ധാത്മ ദാനങ്ങൾ ഉൾപ്പെടെയുള്ളതെല്ലാം വരണത് നമ്മുടെ സകല സാഹചര്യങ്ങളെ ക്രിസ്തുവിഹിതമായി അർത്ഥവത്തായി നമ്മളെങ്ങനെ സമീപിച്ചു എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ സാക്ഷ്യം. ഈ സാക്ഷ്യത്തിന് നമ്മൾ റെഡിയാക്കുന്നതാണ് നമ്മുടെ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ സത്യമാണ്, കർത്താവ് പറഞ്ഞൊരു വാക്ക് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. എന്താണെന്നറിയാവോ? മകൻ അപ്പം ചോദിച്ചാൽ പകരം കല്ല് കൊടുക്കുമോ? ചോദിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 7:9. മകൻ അപ്പം ചോദിച്ചാൽ, പറഞ്ഞ മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. അപ്പൊ ഇതിൻ്റെ അത് വരുന്നൊരു വിഷയം എന്താ? നിങ്ങൾ ഉടമ്പടി എന്താണ് വെച്ചിരിക്കുന്നത് അത് അതുപോലെ തരുമെന്നല്ലേ? സിമ്പിളല്ലേ? മകൻ അപ്പം ചോദിച്ചാൽ പകരം കല്ല് കൊടുക്കുമോ? ഇപ്പം നിങ്ങൾ ജപ്തി നടപടി മാറാമെന്ന് എഴുതി വെച്ചിരിക്കണം അതിൻ്റെ അകത്ത്. ദൈവം അത് തന്നെ ചെയ്യും, ഒരു സംശയമില്ല കാര്യത്തിൽ. കാര്യം അത് വാഗ്ദാനത്തിലുള്ളതാണ്. ഇനി ഈ വാഗ്ദാനം നിങ്ങൾക്ക് തന്നെ കണ്ടകോടാരി ആകുമെങ്കിൽ മാത്രമേ ദൈവം അത് മാറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾ വസ്തു വിൽക്കണമെന്നാണ് എഴുതി വെച്ചിരിക്കണത് അതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ മകൻ്റെ കല്യാണമായിരിക്കും എഴുതി വെച്ചിരിക്കണത്. അത് അതുപോലെ തന്നെ നടക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇനി അത് നിങ്ങൾക്ക് കണ്ടകോടാരി ആകണമെന്നുണ്ടെങ്കിൽ ദൈവസംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ദൈവം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിനേക്കാൾ നല്ലത് അതാണ് മക്കൾക്ക് നല്ല ദാനങ്ങളെന്നാണ് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ അപ്പോൾ എപ്പോഴും നമ്മൾക്ക് ഉടമ്പടി ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് 150% വിശ്വസിക്കാം. അതെപ്പോഴും ഓർത്തേക്കണം. ഉടമ്പടി നമ്മൾ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സൗമ്യയെ ദൈവം ഇപ്പം ഇങ്ങനെ സൗമ്യയുടെ ആ സിറ്റുവേഷനൊക്കെ മനസ്സിലായില്ലേ? സൗമ്യയിലേക്ക് ദൈവം ഇനി ഇവളെ തിരിച്ചു കൊണ്ടുവരുന്ന രീതി കൊണ്ട് അത് ഭയങ്കര രസമാണ്. ആദ്യം തന്നെ കൊണ്ടുവന്ന് ഒരു കൃപാസനം പത്രം കൊടുക്കുമ്പോൾ സൗമ്യ പറയും, ഇത് ഞാനുമായിട്ട് അത്ര എനിക്കതൊന്നും താല്പര്യമുള്ള ആളല്ല. എന്താ വെച്ചാൽ ഞാനിങ്ങനെ ഇതിങ്ങനെ കൊടുക്കുകയും അപ്പോൾ ഈ സാക്ഷ്യം അതിലൊക്കെ എനിക്ക് വിശ്വാസമൊന്നുമില്ല ഇങ്ങനെയൊക്കെ പറയും. ആദ്യം ഇങ്ങനെ പറയും. പക്ഷെ ദൈവത്തോട് ഇങ്ങനെ മറുതലിച്ചാലും ദൈവം പക്ഷേ ഇവനെ ഫോളോ ചെയ്യും. അതാണ് രസം. എന്നിട്ട് അവൾ പറയും, എടി നിനക്ക് ഉറക്കമില്ലല്ലോ. അതാണ് ഞാൻ കൂട്ടുകാരത്തെയാണ് പറയണത്. എടി നിനക്ക് ഉറക്കമില്ലല്ലോ, എത്രയോ നാളെ നീ ഉറങ്ങിയിട്ട്. അപ്പോൾ ഇത് ഇപ്പം നമ്മുടെ ഒത്തിരി യുക്തിവാദികളൊക്കെ ആൾക്കാർ നമ്മളെ ആക്ഷേപിച്ചില്ലേ, പത്രം തലയൊക്കെ വെച്ചതൊക്കെ. അല്ല, പത്രം അരച്ച് കലക്കിയെന്നൊക്കെ പറഞ്ഞാണ് കളി. അത് നടക്കാത്ത കാര്യമാണ്. നമ്മളിവിടെ ആക്ഷേപിക്കാൻ വേണ്ടി ആരോപിച്ചാണ്. പക്ഷെ ആക്ഷേപിക്കാൻ വേണ്ടി ആരോപിച്ചൊന്നും ജനമൊന്നും ഏറ്റെടുത്തിട്ടില്ല. ജനം ഏറ്റെടുത്തെങ്കിൽ റാലിക്ക് 5 ലക്ഷവും മാതാവിൻ്റെ പ്രത്യക്ഷപ്പെട്ട ദിവസം 2 ലക്ഷം വരുക. അതാണ് വിഷയം. ഇപ്പം ജനങ്ങളെ നയിക്കണത് എന്താ? ആശയങ്ങളെക്കാൾ ഉപരി അനുഭവങ്ങളാണ് നയിക്കണത്. കൃപാസനം മാതാവ് അവർക്കെന്താണെന്നുള്ളതാണ്. അവർക്കെന്താണ് ഇപ്പം നോക്കിയേ, സൗമ്യയുടെ കാര്യം തന്നെ നോക്കിയേ. സൗമ്യ എങ്കിലും മനസ്സിലോടെ പത്രം വാങ്ങിക്കും. പത്രം വാങ്ങിച്ചിട്ടും രാത്രി ആകുമ്പോൾ ഇവർക്ക് ഉറക്കമില്ല. കൊച്ചിൻ്റെ കാര്യം ഓർത്തിട്ട് ആദ്യം കൊണ്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇവർക്ക് വേറൊരു മാർഗ്ഗമില്ല. ഇവൾ പത്രം പിടിച്ചിട്ട് പറയും, അമ്മേ ഞാൻ ഉറങ്ങണമെങ്കിൽ ഇന്ന് എന്നെ ഉറക്കണമെന്ന് പറയും. ഞാൻ ഉറങ്ങിയിട്ട് 6 മാസമായി. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവൾ ഉറങ്ങി. അതാ ഇവൾ പറഞ്ഞു, അതാണ് എൻ്റെ ആദ്യ ദൈവാനുഭവം എന്ന്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉറങ്ങി. എത്രയോ മാസങ്ങളായിട്ട് വേദന കൊണ്ട് തിളച്ച് മറിയുന്ന ഹൃദയമാണ്.
അപ്പം നിങ്ങൾ ഈ പത്രം കൊടുക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ കൊടുക്കുന്നത് മാതാവിൻ്റെ കയ്യിൽ ആ വേദനപ്പെട്ടവരെ നിങ്ങൾ പിടിപ്പിക്കുകയാണ്. പ്രേക്ഷിത പ്രവർത്തനം പോലെ, അതായത് സുവിശേഷ വേല പോലെ ലോകത്തൊന്നുമില്ല ശരിക്കും പറഞ്ഞു. സുധിച്ച മക്കളെ ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 9:16. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അപ്പം ഈ കടമയാണ് നമ്മൾ ചെയ്യണത്. അപ്പം എപ്പോഴും ഓർത്തേക്കണം, മറ്റു മനുഷ്യരെ അവരുടെ വേദനകളിലെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും നമുക്ക് കടമയുണ്ടെങ്കിൽ ഒരു മനുഷ്യനുള്ള ഏറ്റവും വലിയ കടമ എന്താണ്? ക്രിസ്തുവിനെ കൈമാറാനുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ. ഇപ്പം ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുക, അതുപോലെ തന്നെ നമുക്കങ്ങനെ ഒരു പ്രോജക്റ്റുണ്ട്. നമുക്ക് 3 സ്ഥലം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങൾ നമുക്ക് തന്നതാണ്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ വീട് വെച്ച് കൊടുക്കും ആൾക്കാർക്ക്. നമ്മൾ അതിനുവേണ്ടി ആ സ്ഥലം ഒന്ന് തരാൻ മാറ്റാൻ വേണ്ടിയുള്ള പ്രോസസ്സിങ്ങാണ്. പക്ഷേ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, ഒരു മനുഷ്യന് നമുക്ക് വീട് വെച്ച് കൊടുക്കുക, അത് റോട്ടറി ക്ലബ്ബുകാർക്ക് നടക്കും, ലയൺസ് ക്ലബ്ബുകാർക്ക് നടക്കും, ലോകത്തിൽ എല്ലാവർക്കും നടക്കുന്ന കാര്യങ്ങളാണത്. പക്ഷേ ക്രിസ്തുവിനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തു നമ്മുടേക്ക് വേണം. കാശ് നമുക്കുണ്ടാകും, പക്ഷെ ക്രിസ്തു ഉണ്ടാകണത് അതിനേക്കാൾ വലിയ കാര്യമാണ്. കാര്യം ക്രിസ്തു തീരുമാനിക്കണത്. കാശുണ്ടാക്കണമെങ്കിൽ നമ്മൾ അധ്വാനിച്ചാലും നല്ലവണ്ണം ബിസിനസ് ചെയ്യാലും കാശുണ്ടാകും. ക്രിസ്തു നമുക്കുണ്ടാകണമെങ്കിൽ ക്രിസ്തു തീരുമാനിക്കണം. ക്രിസ്തു തീരുമാനിക്കുക എന്താണ്? നമ്മൾക്ക് ക്രിസ്തുവിനെ കൂടെ നിർത്താൻ പറ്റുന്ന ആളാണ് നമ്മളെന്നുള്ളത് ക്രിസ്തുവിനും തോന്നണം. എന്നാൽ മാത്രമേ കൈമാറ്റം നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കൊടുത്തതിന് തുല്യമാകും. എന്താ കാര്യം? അവൻ ക്രിസ്തു ഏത് കാലാവസ്ഥയിലും, അതായത് സകല വാഗ്ദാനങ്ങളുമല്ലേ, സകല വാഗ്ദാനങ്ങളും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന. യേശുവേ ആരാധന. 2 കൊരിന്ത്യർ 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അപ്പൊ ക്രിസ്തുവിനെ കൊടുക്കുന്നതിന്റെ പ്രഥമ പടിയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും? ക്രിസ്തു അനുഭവത്തിൻ്റെ സാക്ഷ്യങ്ങൾ കൊടുക്കും. ക്രിസ്തു ഈ ഒരു മാസം മുഴുവനും, കഴിഞ്ഞ മാസം മുഴുവനും ക്രിസ്തുവിനെ അനുഭവിച്ച ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ ഈ മാസം നമ്മൾ കൊടുക്കും. ആർക്ക് കൊടുക്കും? സൗമ്യയെ പോലുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് കൊടുക്കും. ആര് കൊടുക്കും? ക്രിസ്തുവിനെ കൊടുക്കാൻ ദൈവം നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അതാ. ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് പ്രേക്ഷിതരായിട്ട് കേരളത്തിൻ്റെ ലോകത്തിൽ എവിടെ ചെന്നാലും കൃപാസനത്തിൻ്റെ ഏതെങ്കിലും പത്രം കൊണ്ട് ആൾക്കാർ നിൽക്കണ കാണാം. വെയിലത്തായാലും ശരി, ആശുപത്രിയിലായാലും ശരി, അത് പൊതിച്ചോറായാലും ശരി, ഭക്ഷണമായാലും ശരി, പണമായാലും ശരി, ആൾക്കാർ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലാത്തവരുമായിട്ട്. എന്തൊരു വലിയ സുവിശേഷ വേലയാണ് ഉടമ്പടിയിലൂടെ ലോകം മുഴുവൻ നടന്നിരിക്കുന്നത്. എന്തുമാത്രം ഒരു പരിപാടിയാണ്. പക്ഷേ അതിൽ ഏറ്റവും ടോപ്പ് ഏതാണ്? നമ്മുടെ കടമയെന്ന് പറയുന്നത് എന്താണ്? അതില്ലാതെ നമ്മുടെ കടമയാണെങ്കിലും ഏറ്റവും ടോപ്പ് എന്താണ്? ക്രിസ്തുവിനെ കൈമാറുന്നത് തന്നെയാണ്. ക്രിസ്തുവിനെ കൈമാറുന്നത് എങ്ങനെയാണ്? ആ വേദനിക്കുന്നവന് വേദനയുടെ അതേ തോതിൽ തന്നെ. കുറച്ച് കഴിയുമ്പോൾ എങ്ങനെ അറിയാവോ? അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ പത്രമൊക്കെ അവർക്ക് മനസ്സിലായി. അവളെ കൃപാസനത്തിലേക്ക് വരുമ്പോൾ ഇവളെ കൂട്ടുകാരത്തി രണ്ടാമതൊരു കാര്യം അവൾ പറയും, എടി ഞാനൊരു സ്വപ്നം കണ്ട്. അത് വേറൊരു കൂട്ടുകാരത്തിയാണ്. അതെന്താ വെച്ചാൽ നിൻ്റെ ചാരി എന്ന് പറഞ്ഞാൽ നിൻ്റെ കുഞ്ഞില്ലേ, മരിച്ചുപോയ കുഞ്ഞ്, അത് മാതാവിൻ്റെ അടുത്ത് ഇരിക്കണം ഞാൻ കണ്ടെന്ന് പറയും. അതായത് നിങ്ങളോടത് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. പക്ഷേ അവൾ
മാസങ്ങളായിട്ട് മരിച്ചുപോയ കുഞ്ഞിനെക്കുറിച്ചുള്ള വേദന മുഴുവനും ഒരു സെക്കൻഡ് കൊണ്ട് മാതാവുകളുടെ ഹൃദയത്തിന് വൈപ്പ് ഔട്ട് ചെയ്ത് കളയും. എന്താ പറഞ്ഞത്? അതോടുകൂടി എനിക്ക് ആശ്വാസമായി. എന്താണ്? എൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല, എൻ്റെ കുഞ്ഞ് മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന്. അതൊരു മിഥ്യാധാരണയല്ല, അത് ആന്തരികമായ അഭിഷേകത്തിൽ അവർക്ക് കിട്ടിയ ആന്തരിക ബോധ്യമാണ്. ദൈവത്തിലെ നിൻ്റെ ഏത് ആഴപ്പെട്ട വേദനയായാലും ദൈവത്തിന് ഒരു സെക്കൻഡ് മതി അതെടുത്ത് മാറ്റിക്കൊണ്ട് കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എൻ്റെ വേദനയും എൻ്റെ ഭാരവും ഇതുപോലെ ഒരു കാലത്ത് ഒരു സമയം അങ്ങെടുത്ത് മാറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവശേഷിക്കുന്ന ഈ കാലത്ത് നിന്നെ കൈമാറി ജീവിക്കുവാൻ, അതൊരു കടമയായി സ്വീകരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഈ സൗമ്യയുടെ സ്റ്റോറി അവസാനിക്കണ എന്ത് രസമാണെന്ന് അറിയാമോ? അതായത് അതിനുശേഷം അവൾ ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടിയിലൂടെ അവൾ അത് 2-3 മാസം കഴിയുമ്പോൾ ഗർഭം ധരിക്കുന്നു. അവൾ അമ്മയോടൊരു കാര്യം ചോദിച്ചുള്ളൂ, അമ്മേ എൻ്റെ മരിച്ചുപോയ കുഞ്ഞിൻ്റെ അതേ ലക്ഷണത്തിൽ എനിക്ക് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി? അതേ ലക്ഷണത്തിൽ തന്നെ ആ കുഞ്ഞിനെ തന്നെ അമ്മ തിരിച്ചു കൊടുത്തു. ഓർക്കുക, ദൈവത്തിന് ഒരു മനുഷ്യ മതി. നമ്മുടെ മുമ്പിലുള്ള വിഷയം അനുഗ്രഹങ്ങൾ ആർജിക്കുന്നതിനേക്കാൾ വലുതാണ്. ആ അനുഗ്രഹം നമുക്ക് തരുന്നവരെയുള്ള സമയത്ത് അത് വെച്ച് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി പരിശ്രമിക്കുക. ഗോഡ് മീ. താങ്ക് യു. എഴുന്നേൽക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും നിൻ്റെ സകല സാഹചര്യത്തിന് ഇത്തിരി സമയം ആവശ്യമുണ്ടെന്ന് കർത്താവിന് തോന്നുകയാണെങ്കിൽ നിന്നെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും നല്ല നിമിഷമാണിത്. കർത്താവിൻ്റെ വചനങ്ങൾ നീ കേട്ടു, നിൻ്റെ വിശ്വാസവും ശക്തിപ്പെട്ടു, നിൻ്റെ പ്രത്യാശ എരിവുള്ളതായി. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ ഞായറാഴ്ച പ്രഭാതത്തെ ചെലവഴിക്കാൻ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവ് എനിക്ക് 40 കൊല്ലം കർത്താവിൻ്റെ പൗരോഹിത്യത്തിൽ നിലനിർത്തി 2 പ്രാവശ്യം പരിശുദ്ധ അമ്മയെ നേരിട്ട് കാണാനും അമ്മേൻ്റെ വായിൽ കൈവച്ച് സുവിശേഷം കൈമാറാൻ വേണ്ടിയുള്ള അനുഗ്രഹം തന്നു. അതിൻ്റെ പേരിൽ അനേകം മക്കൾ ഇന്ന് ഉടമ്പടി എടുത്ത് ജീവിച്ച് നമ്മൾ ദൈവത്തിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ദൈവമാതൃത്വത്തിൻ്റെ മഹനീയമായ വലിയ അടയാളങ്ങൾ ഈ ലോകം മുഴുവനും ഉള്ള മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്നു. മലയാളികളിലൂടെ മറ്റു ജനപദങ്ങളിലേക്കും വിശ്വാസം കൈമാറപ്പെടുന്നു. ആ ഒരു വിശുദ്ധമായ സ്ഥലത്ത് നീ എത്തിച്ചേർന്നിരിക്കുന്നത് നീ ഒറ്റയ്ക്ക് വന്നതല്ല, കർത്താവ് നിന്നെ കൈപിടിച്ചുകൊണ്ട് വന്നതാണെന്നുള്ള ബോധ്യം, കണ്ണീരിൻ്റെ കാലത്ത് ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കൈയടിച്ചു കൊടുത്ത സുഖല്ലേ. പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് രോഗമുള്ളിടത്തേക്ക് എല്ലാം നിങ്ങൾക്ക് ശരീരത്തിൽ കൈകൾ മാറ്റി വെച്ച് പ്രാർത്ഥിക്കുക. സ്തുതിക്കാൻ പറ്റുന്നവർ ശക്തമായി സ്തുതിക്കണം. വിശ്വാസപ്രമാണം ചെല്ലാൻ പറ്റുന്നവർ തീഷ്ണമായിട്ട് വിശ്വാസപ്രമാണം ചെല്ലണം. കർത്താവ് അടിപ്പിണർ പോലെ വൈദ്യാഘാതം ഒരു ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കുകയും ഓൺലൈനിലുള്ളവരെ പോലും കർത്താവ് സുഖപ്പെടുത്തുന്ന വലിയ നിമിഷമാണ്. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോ 39 വർഷം ഈശോ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ ഈശോ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവെ നിൻ്റെ കൈകൾ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിൻ്റെ തിരുമുറുപാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം
ഓരോ മകളുടെ മേലും ഓരോ മകൻ്റെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടലിൽ കുരുക്കമുള്ളവരെ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കുടലിൽ കുരുക്കമുള്ളവരെ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. കർത്താവിൽ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവിൽ നിന്റെ തിരുമുറുപാർന്ന വലത് കരം, അനുഗ്രഹത്തിൻ്റെ അഭിഷേക കരം കർത്താവെ അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ശിരസിൽ കർത്താവ് ബ്രെയിൻ ട്യൂമർ ഉള്ളവരെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ കർത്താവെ അവരെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്ന തൈറോയ്ഡുള്ളവരെയും തൊണ്ടയ്ക്ക് അസുഖമുള്ളവരെയും തൊണ്ടയ്ക്ക് ക്യാൻസർ ഉള്ളവരെയും കർത്താവ് ശ്വാസകോശ രോഗികളെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉദര രോഗികളെ, കരട് രോഗികളെ, കിഡ്നി രോഗികളെ ഹൃദയ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശ രോഗികളെ വിശുദ്ധമായ രക്തത്താൽ രക്തത്താൽ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. 39 വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെടും മാതാവിന്റെ മാധ്യസ്ഥതയിലെ വെരിക്കോസിൻ്റെ അസുഖങ്ങൾ, വാതരോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, PCOD രോഗങ്ങൾ, നടുവേദനകളും അസ്ഥികൾ അകന്നുപോയ അവസ്ഥകൾ, ലിഗമെന്റ് പൊട്ടിയ അവസ്ഥകൾ, ഓപ്പറേഷനിലെ രോഗങ്ങൾ, സൗഖ്യമാകാത്ത അവസ്ഥകൾ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മത്തായി 7:9 നമ്മൾ കണ്ടു. മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ പകരം തേള് കൊടുക്കുമോ? അപ്പം ചോദിച്ചാൽ പകരം കല്ല് കൊടുക്കുമോ? ദൈവമേ, അങ്ങ് ഞങ്ങൾ എന്താണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം, ഞങ്ങൾ എന്താണ് ഞങ്ങൾ ഉടമ്പടിയിൽ എഴുതിയിട്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് ഗുണകരമെങ്കിൽ അത് തന്നെ അങ്ങ് തരുമെന്നത് കർത്താവേ അങ്ങയുടെ വാഗ്ദാനമുണ്ടല്ലോ ഈശോയെ. ഇപ്പോൾ കർത്താവ് അനേകം മക്കൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി വേദനപ്പെട്ട് പ്രാർത്ഥിക്കുന്നതും അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ കർത്താവ് സാമ്പത്തിക തകർച്ചയുള്ളവർ, സാമ്പത്തിക കടങ്ങളാകപ്പെട്ടിരിക്കുന്നവർ, ജപ്തി നടപടിയാകപ്പെട്ടിരിക്കുന്നവർ, സ്ഥലം വിൽക്കാനുള്ളവർ, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ, വിസ പുതുക്കാത്തവർ, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, നാട്ടിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, കർത്താവ് നടന്ന വിവാഹം കർത്താവെ പിരിയാൻ പോകുന്നവർ, പിരിഞ്ഞു പോയവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖല മക്കളില്ലാത്തവർ, കുടുംബ സമാധാനം ഇല്ലാത്തവർ, കേസിലകപ്പെട്ടവർ, കോടതിയിൽ അകപ്പെട്ടിരിക്കുന്നവർ, കർത്താവ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ കർത്താവ് വേദന അനുഭവിക്കുന്ന മുഴുവൻ വേദനകൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ജീവ ദുരിതങ്ങൾ, ജീവ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൗന പ്രാർത്ഥന. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ അതാത് വിഷയങ്ങൾ, നിങ്ങളുടെ സ്വകാര്യ വിഷയങ്ങൾ, കുടുംബകാര്യങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, ഒരിക്കലും സാക്ഷ്യം പറയാതിരിക്കരുത്. അത് ദൈവത്തിന് നിങ്ങളുണ്ടാക്കുന്ന നഷ്ടമാണ്.
അപ്പോൾ സൗമ്യയുടെ സാക്ഷ്യം സൗമ്യ പറഞ്ഞതുകൊണ്ടല്ലേ ആ മേഖലയിലുള്ള അനേകം മക്കൾക്ക് ആ ദൈവം അവളെ സുവിശേഷ ഉപകരണമാക്കിയത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹം ദൈവം നിങ്ങളെ സുവിശേഷമേകാൻ വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുകയാണ്. അതുകൊണ്ട് ഈ ധ്യാനം കേട്ട നിമിഷം മുതൽ നിങ്ങൾ സാക്ഷ്യമുള്ളവരെല്ലാം എത്രയും വേഗം കൃപാസനത്തിലെത്തി സാക്ഷ്യം പങ്കുവച്ച് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവിക പദ്ധതിക്ക് നിങ്ങൾ ചെവി കൊടുത്തുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കൂടാതെ ദൈവത്തിന് പ്രയോജനമില്ലാത്തൊരു അനുഗ്രഹമാണെങ്കിൽ ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് അനുഗ്രഹം ചിലപ്പോൾ കിട്ടിയത് തന്നെ പ്രയോജനമില്ലാത്ത രീതിയിൽ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സാക്ഷ്യപ്പെടുത്തി നിങ്ങളുടെ കടമകളും നിർവഹിച്ച് ദൈവതിരുസന്നിധിയിൽ വിലയുള്ള മനുഷ്യരായി മാറുക. സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്. യേശുവേ, സുവിശേഷത്തിൻ്റെ ഉപകരണമാക്കണമേ. സുവിശേഷത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമായി എന്നെ ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യ